കർത്താവിൻ്റെ തന്നെ പേര് നാമം ഈ അനുഗ്രഹീതമായ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ഇവിടെ ദൈവവചനവുമായി നിൽക്കുവാൻ കർത്താവ് എനിക്ക് തന്ന അവസരം വളരെ ശ്രേഷ്ഠവും വിലയേറിയതുമായി ഞാൻ കരുതുന്നു. ബഹുമാന്യരായ കർത്തൃദാസന്മാർ, ദൈവവചനം കേൾക്കുവാൻ ഇവിടെ വന്നുയർന്നിട്ടുള്ള ദൈവമക്കൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ച് പ്രിയ വിച്ചാനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ള എല്ലാ ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ മുഖങ്ങൾ ഒട്ടും പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാതെ വേഗം നമ്മളെ ദൈവവചനത്തിലേക്ക് വരാൻ പോവുകയാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഒരിക്കൽ കൂടി നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന വാക്യം വായിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ല. ഒന്നുകൂടെ പറയാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ദയവായിട്ട് ആ കണ്ണുകളെല്ലാം ഒന്ന് അടച്ചാട്ട്, ആദരങ്ങളെല്ലാം കർത്താവിൻ്റെ മുൻപാകെ ഒന്ന് തുറന്നാട്ട് ചില മിനിറ്റുകളെ നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഈ അന്തരീക്ഷത്തിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുമ്പോൾ കർത്താവ് നമ്മുടെ നടുവിൽ ഇറങ്ങി നടക്കാൻ എല്ലാവരും കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. എല്ലാവരും കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ നടുവിൽ ചലിക്കണമേ. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കൺകൾ കാണാമറുകര ഇമ്പങ്ങൾ വിരിയും തീരങ്ങൾ സ്വർണ്ണ സരപ്പളികളാ കണ്ണഞ്ചിക്കുന്ന വീഥികൾ എൻ സ്വന്തമായി തീരുമ്പോ യേശുവിൻ പാദം മുത്തും ഞാൻ പൊൻവീണകളിൽ പാടും ഞാൻ. ഒരുമിച്ച് പാടിക്കും. പാരിൽ പാർക്കുമൽപായുസിൽ ഭാരങ്ങളധികം വേണ്ടിനി കാരിരുമ്പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. ഞാനെൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ. പഠിക്ക ഒരുമിച്ച്. ഞാനെൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ. ഒരിക്കൽ കൂടെ. ഞാനെൻ പാദങ്ങൾ വച്ചിടും നീങ്ങി പോകാത്ത പാറമേ, എനിക്കായി പിളർന്ന പാറമേ. വൻതീരകളേറും തീരം വീട്ടു ഞാൻ പോകുമ്പോൾ
പാടിക്കാൻ വരും. പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. ഒന്നുകൊടുത്ത് പാടിക്കേ. ചാരത്തുണ്ടെന്നോതുന്ന പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. പ്രിയന്റെ സ്വരം കേൾക്കും ഞാൻ. പാരിൽ പാർക്കും, പാരിൽ പാർക്കുമൽ പായുസിൽ ആരങ്ങളധികം വേണ്ടി നീ കാര്യരുമ്പാണിയേറ്റവൻ ഭാരങ്ങൾ വഹിച്ചിടും. പ്രിയ പിതാവേ, അവിടെ നിന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളതിന് സ്തോത്രം. ആത്മമണ്ഡലത്തെ ഈ പകല് ഞങ്ങൾക്ക് തുറന്നു തരണേ. വചനം അതിഗൗരവത്തോടെ ഞങ്ങളുടെ നടുവിൽ ഒഴുകേണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ജനം അത് എക്സ്പീരിയൻസ് ചെയ്യട്ടെ. കർത്താവെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ വിചാരങ്ങളെ, ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ മനോഭാവങ്ങളെ ഭയങ്കരമായി കർത്താവ് ചേഞ്ച് ചെയ്യണമേ. കർത്താവ് ഞങ്ങൾക്കൊരു ഭയങ്കര വിടുതലായി ഞങ്ങളെ ആദരിച്ചാണ്. ഈ അന്തരീക്ഷത്തെ കർത്താവ് കൺട്രോൾ ചെയ്യണമേ. സ്വർഗം അത് ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ ഇന്ന് ഇവിടെ വായിച്ചത്. യോഹന്നാന്റെ ലേഖനങ്ങൾ പൊതുവെ ജ്ഞാനവാദത്തിനെതിരെയുള്ള ഒരു കടന്നാക്രമണമാണ്. യോഹന്നാന്റെ ലേഖനത്തിൻ്റെ പല വാക്കുകളും അങ്ങനെയാണ്. അത് സൂക്ഷ്മമായി പഠനം നടത്തുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പൗലോസിന്റെ ലേഖനങ്ങളും ഈ ജ്ഞാനവാദത്തെ ആക്രമിക്കുന്നതാണ്. വിശേഷിച്ച് യോഹന്നാന്റെ എഴുത്തുകളിലെല്ലാം തന്നെ അത് നമുക്ക് കാണാം. ജ്ഞാനവാദം എന്ന് പറയുമ്പോൾ നോസ്റ്റിസിസം. വിശേഷിച്ച് നമ്മൾ ഈ യോഹന്നാന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് താഴോട്ടൊക്കെ വായിക്കുമ്പോൾ യോഹന്നാൻ അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ ആ വാക്കുകൾ പറയുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാകും. ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ പദവിനെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ വായിക്കുന്നത്. സാധാരണക്കാരനത് വായിക്കുമ്പോൾ അത്രേ പിടി കിട്ടത്തുള്ളൂ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ജ്ഞാനവാദത്തിനെതിരെയുള്ള ഒരു കടന്നാക്രമണമാണ്. ജ്ഞാനവാദികൾ, നോസ്റ്റിസിസം പറയുന്നത് യേശുക്രിസ്തു ഭൂമിയിൽ വന്നു എന്നുള്ളത് സത്യമാണെങ്കിലും നമ്മൾ ജീവിക്കുന്നത് പോലെ ഒരു ജഡത്തിലല്ല യേശു ജീവിച്ചത്. യേശു ഈ മണ്ണിലൂടെ നടന്നിട്ടില്ല. യേശുവിന് നടക്കാൻ കഴിയത്തില്ല. അവിടുന്ന് നടക്കുന്നു എന്ന് തോന്നുന്നതാ. അവിടുത്തെ പാദങ്ങൾ മണ്ണിൽ തൊടാതെ അന്തരീക്ഷത്തിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. യേശുവിനൊരു ശരീരമില്ലായിരുന്നു, ശരീരം ഉണ്ടെന്ന് തോന്നിയതാ. യോഹന്നാൻ അതിനെ കണ്ണിച്ചതാ. അങ്ങനല്ല, ഞങ്ങൾ കേട്ടത്, ഞങ്ങൾ കണ്ടത്, ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടത്. അവർ പറയുന്ന തൊടാൻ പറ്റത്തില്ലെന്ന്. യോഹന്നാൻ പറയുന്ന അല്ലല്ല, ഞങ്ങൾ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. എന്നിട്ടാ പറയുന്നത് ഞങ്ങൾ കണ്ടതും കേട്ടുമുള്ളത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതാണ് അതിൻ്റെ ആ ഒരു രീതി. അതുപോലെ തന്നെയാണ് ലേഖനങ്ങളെല്ലാം തന്നെ. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ വചനം നമുക്ക് കൂടുതൽ ഗ്രാഹ്യമാകുന്നത്. അങ്ങനെ എഴുതി വന്ന ഒരു ലേഖനമാണ് യോഹന്നാന്റെ 1-ാം ലേഖനം. അതിൽ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ഗൗരവപൂർവമായ ഒരു കാര്യത്തെ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യുകയാണ്. അതാ നമ്മൾ വായിച്ചത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഞാൻ ആ വാക്യത്തിന്റെ ഓരോ വാക്കുകളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുക. അതിൽ 1-ാമത്തെ പദം ഒന്ന് ശ്രദ്ധിച്ച്. കുഞ്ഞുങ്ങളെ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞു. എന്നാ കുഞ്ഞുങ്ങളെ? ഈ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ എന്താണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇതൊരു എബ്രായ ശൈലിയാണ് കുഞ്ഞുങ്ങളെ എന്ന വിളി. ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നതാ ആ വിളി. ഈ സാധാരണ
4 നിലകളിലാണ് ഈ കുഞ്ഞുങ്ങളെ എന്ന് പൊതുവെ സംബോധന ചെയ്യുന്നത്. ഒന്ന്, നമ്മളൊക്കെ സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് പോലെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ തന്നെ ഒരു ഗുരുവിൻ്റെ പിൻഗാമി എന്നുള്ള നിലയിൽ, ഒരു പഠിപ്പിക്കലിനെ ഫോളോ ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ആ ഗുരു അദ്ദേഹത്തിൻ്റെ ശിഷ്യവൃന്ദത്തെ കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തലനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, പൗലോസൊക്കെ തിമത്തിയോസിനെയും തീത്തോസിനെയും ഒക്കെ വിശ്വാസത്തിൽ നിജപുത്രൻ എന്നാണ് വിളിച്ചിട്ടുള്ളത്, മകനെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും അപ്പോസ്തലന്മാര് അവരുടെ അനന്തര പരമ്പരയെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കാറുണ്ട്. ഇനിയും തെറ്റായ പഠിപ്പിക്കലുകളെ അനുധാവനം ചെയ്യുന്നവരെയും ആ പഠിപ്പിക്കലിൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായ തെളിവാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. വാസ്തവത്തിൽ 20-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിച്ചു വരുമ്പോഴാണ് അത് നമ്മൾ കാണുന്നത്. വിഗ്രഹാർപ്പിതം തിന്നാനും ദുർനടപ്പ് ആചരിപ്പാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുന്ന ഈസബൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നുവെന്നൊരു കുറ്റം എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. നമ്മൾ ഈ സാധാരണ ഈസബൽ എന്ന സ്ത്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അതൊരു സ്ത്രീയാണെന്ന്. അതൊരു സ്ത്രീയല്ല, അതൊരു പഠിപ്പിക്കലാണ്, അതൊരു സംവിധാനമാണ്. ഈസബൽ എന്ന ഒരു സ്ത്രീയല്ല, ആ ഒരു വ്യാപാരത്തെയാണ് അവിടെ പ്രധാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് പറയുന്നത്, വിഗ്രഹാർപ്പിതം തിന്നാൻ ദുർനടപ്പ് ആചരിപ്പാൻ എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഈസബൽ എന്ന സ്ത്രീയെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. നോക്കിയാൽ താൻ പ്രവാചക എന്ന് പറഞ്ഞ്, അപ്പൊ അതൊരു വ്യാപാരമാണ്. എന്നിട്ട് താഴോട്ട് വായിച്ചു വരുമ്പോൾ 21-ാമത്തെ വാക്യം നോക്കി. 21-ാമത്തെ വാക്യം, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കി കളയും. വ്യഭിചാരം എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മൾ അതിനെ നമ്മുടെ നിലയിൽ ഒരിക്കലും എടുക്കാൻ പാടില്ല. ആ ഒരു അതൊരു സ്പിരിച്വൽ വേർഡാണ്. അതുകൊണ്ടാണ് ഈ യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വ്യഭിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമെന്ന് അറിയുന്നില്ലയോ. അപ്പം യേശുക്രിസ്തുവിനെ ആരാധിക്കുകയും ലോകത്തെ പ്രണയിക്കുകയും ചെയ്യുന്നത് സ്പിരിച്വൽ അഡൾട്ടറിയാണ്. അവിടെയാണ് ഈ വ്യഭിചാരണികളായുള്ളവരെ എന്ന് പറയുന്നത്. അല്ലാതെ വ്യഭിചാരം എന്ന പാപം ചെയ്യുന്നവരല്ല, സ്പിരിച്വൽ അഡൾട്ടറിയാണ് ഇവിടുത്തെ വിഷയം. ഈ ഇസ്രയേലിനെ പല സമയത്തും വ്യഭിചാരണി എന്നാണ് വിളിച്ചിട്ടുള്ളത്. അവർ കർത്താവിനെ ആരാധിക്കുകയും അപ്പോൾ തന്നെ കർത്താവിനെ വിട്ടിട്ട് പച്ചയായ വൃക്ഷങ്ങളുടെ കീഴിലെല്ലാം മൊട്ടക്കുന്നുകളിലെല്ലാം അവർ ചെന്നിട്ട് മറ്റുള്ളതിനെ ആരാധിക്കുകയും ചെയ്യുന്നു. അതിനെ പരസംഗമം എന്നൊക്കെയാണ് ബൈബിൾ വിളിച്ചിട്ടുള്ളത്. വ്യഭിചാരമാണ് സംഗതി. ഇവിടെയും ഈ വ്യഭിചാരം എന്നൊക്കെ പറയുമ്പോൾ ആ കർത്താവിനെ വിട്ടിട്ടുള്ള അവരുടെ ആ പ്രയാണത്തെയാണ് ആ വാക്ക് പറയുന്നത്, അല്ലാതെ ആ ഒരു കർമ്മം അല്ല. അപ്പൊ അങ്ങനെ 23-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ഈ ഈസബൽ എന്ന സ്ത്രീയുടെ മക്കളെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്. അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളെ. ആ പഠനത്തെ അനുധാവനം ചെയ്യുന്നവരാണ് ആ മക്കൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയെല്ലാം ഈ ഒരു പ്രയോഗം നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അപ്പനും അമ്മയ്ക്കും ഒരു കുട്ടിയെ കുഞ്ഞെ എന്ന് വിളിക്കാം, അപ്പോൾ തന്നെ ഒരു ഗുരുവിന് വിളിക്കാം, ഒരു അപ്പോസ്തലന് വിളിക്കാം. ഒരു പഠനത്തെ അനുധാവനം ചെയ്യുമ്പോൾ ആ പഠനത്തെ ഫോളോ ചെയ്യുന്നവരെന്നുള്ള നിലയിൽ മക്കളെ എന്ന് വിളിക്കാം. എന്നാൽ യോഹന്നാൻ വിളിച്ചിരിക്കുന്നത് ഈ ലെവലിലൊന്നുമല്ല. യോഹന്നാൻ വിളിച്ചിരിക്കുന്നത് അതൊരു ആർദ്രതയ്ക്കകത്ത് നിന്നാണ്, ഒരു ഭയങ്കര ആർദ്രത. ഞാൻ അതിന് തെളിവ് പറയാം. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. അവിടെ അമ്മ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ എന്ന് പറയുമ്പോൾ പൗലോസിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഞങ്ങളെന്ന പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോണം. പൗലോസ് മാത്രമല്ല, അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ, ശുശ്രൂഷക വൃന്ദങ്ങൾ എല്ലാവരും തന്നെ എങ്ങനെയായിരുന്നു? ആർദ്രതയുള്ളവർ. ഒന്നിച്ചൊന്ന് പറഞ്ഞേ. ഈ യഥാർത്ഥ ശുശ്രൂഷകന്റെ യോഗ്യത അതാ, ആർദ്രത. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ ഇങ്ങനെ എവിച്ചാനൊക്കെ എക്സോഡസിൽ മാത്രം മിനിസ്റ്റർ ചെയ്തിട്ടുള്ളവർ, ഞങ്ങൾക്ക് പല ചർച്ചകൾ മിനിസ്റ്റർ ചെയ്ത് വന്നവർ, അതായത് ട്രാൻസ്ഫറായി വരുന്നവരാണ്. ഞാൻ ഇപ്പം ഇരിക്കുന്ന ചർച്ച 5-ാമത്തെ ചർച്ച. ഞങ്ങൾക്ക് നിശ്ചിത സമയമുണ്ട്. ആ സമയം കഴിയുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറും, അടുത്ത ചർച്ചയിൽ പോകും. അങ്ങനെ ട്രാൻസ്ഫറാണ്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഈ ട്രാൻസ്ഫറായി വരുമ്പോൾ പല ടൈപ്പ് ആളുകളെ കാണേണ്ടതായിട്ട് വരും. പല ടൈപ്പ് ആളുകൾ, പല പ്രകൃതമുള്ളവർ. ചിലരൊക്കെ ദേഷ്യം വന്നാൽ എന്തും വേണേ പറഞ്ഞോളെ. പക്ഷെ ഇവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടേ ഇരിക്കത്തില്ല.
ഇവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ കൂടെ പോയിരിക്കും, പ്രാർത്ഥിക്കും, ചെയ്യേണ്ടതെല്ലാം ചെയ്യും. ഞാൻ പറഞ്ഞത്, ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് കലിച്ചിരിക്കുന്നയാളല്ല. യഥാർത്ഥ ശുശ്രൂഷകൻ ആർദ്രതയുള്ളവനാണ്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. യഥാർത്ഥ ശുശ്രൂഷകൻ ആർദ്രതയുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ ആർദ്രതയുള്ളവനായിരുന്നു എന്നല്ല, ഞങ്ങൾ ആ ടീം മൊത്തത്തിലാണ് പറയുന്നത്. ആ കാലഘട്ടത്തിന്റെ ശുശ്രൂഷക വൃന്ദത്തെ മുഴുവനാണ് പറയുന്നത്. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവനായിരുന്നു. ഇനിയും 2 കൊരിന്ത്യർ 12-14 വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ 3 പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, നിങ്ങൾക്ക് ഭാരമായി തീരുകയുമില്ല. എന്നിട്ട് നിങ്ങൾക്കുള്ളതിനെ അല്ല, നിങ്ങളെ തന്നെ ഞാൻ അന്വേഷിക്കുന്നു. എന്നിട്ട് പറയാ, മക്കൾ അമ്മയപ്പന്മാർക്കല്ല, അമ്മയപ്പന്മാർ മക്കൾക്കായിട്ടത്രേ ചരദിക്കുന്നത്. അപ്പൊ ശരിക്കും പൗലോസ് അവിടെ അമ്മയായും അപ്പനായും നിൽക്കുക ഈ ജനത്തിന്റെ ഇടയിൽ. പൗലോസ് പറയുന്നു, നിങ്ങളല്ല ഞങ്ങൾക്ക് വേണ്ടി കരുതേണ്ടത്, ഞങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ചരദിച്ചു വെക്കുക എന്ന് പറഞ്ഞ് ശേഖരിച്ചു വെക്കുക എന്ന് അതിൻ്റെ അർത്ഥം. അവിടെ നമ്മുടെ വിഷയം, പൗലോസ് അവിടെ ഒരപ്പനെ പോലെ ഒരമ്മയെ പോലെ അവരുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുക. അതുപോലെ തന്നെ പൗലോസ് പറയുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടി പ്രസവ വേദനപ്പെടുന്നു എന്നാ പറയുന്നത്. ഒരമ്മ പ്രസവ വേദനപ്പെടുന്നത് പോലെ പ്രസവ വേദനപ്പെടുക. ആ ഒരു ശൈലിയിലാണ് ഇവിടെ മക്കളെ എന്ന് വിളിക്കുന്നത്, കുഞ്ഞുങ്ങളെ എന്ന വിളി. ഇനി അതിനകത്ത് വേറെ ചില കാര്യങ്ങളൂടെ ഉണ്ട്. അതായത് ഒരു 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 ശിശു സമാനമായ ഫെയ്ത്ത് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ ശിശു സമാനമായ സ്പിരിച്വാലിറ്റി അല്ല, ശിശു സമാനമായ ഫെയ്ത്ത്. അത് രണ്ടായിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്, നിങ്ങളത് ശ്രദ്ധയിൽ വെച്ചോണം. ശിശു സമാനമായ സ്പിരിച്വാലിറ്റി അല്ല, ശിശു സമാനമായ ഫെയ്ത്ത്. ശിശു സമാനമായ സ്പിരിച്വാലിറ്റി ഉണ്ടാകാൻ പാടില്ല, അത് ജഡീകത്വമാണ്. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ, 1 കൊരിന്ത്യർ 3-1-2-3 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്ന പോലെയല്ല, ജഡീകന്മാരോട്, ക്രിസ്തുവേശുവിൽ ശിശുക്കൾ. അപ്പൊ അവിടെ ആ ശിശുത്വം എന്ന് പറയുന്നത് ജഡീകത്വത്തിന്റെ ലക്ഷണമാണ്, മനസ്സിലായോ? പക്ഷെ ഫെയ്ത്ത്, ശിശു സമാനമായ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ, ഇപ്പൊ നമ്മളിപ്പോ ഒരു കുട്ടിയോട് ഒരു കാര്യം പറയുക, ഇപ്പൊ നമ്മൾ പറയുക, ഇത് ബോക്സ് അല്ല, ഇത് കേക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചങ്ങ് വിശ്വസിക്കും. നമ്മൾ പറയുകയാണ്, ഇത് സ്പീക്കർ അല്ല, ഇത് കൊച്ചു വിശ്വസിക്കും. അതാണ് ശിശുവിന്റെ ഫെയ്ത്ത്. അവിടെ അതിന് യുക്തി വിഷയമല്ല, അതിന് ബുദ്ധി വിഷയമല്ല, അപ്പൻ പറഞ്ഞു എന്നുള്ളത് അവിടുത്തെ വിഷയം. ഹലോ, നമ്മളൊക്കെ ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് പറയത്തില്ലേ, ഞാൻ നിന്നെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണെന്ന് പറയാറുണ്ടോ? കൊച്ചു വിശ്വസിക്കോ? വിശ്വസിക്കും. അത് ഭയങ്കര പിണക്കാണ്. അന്നേരം പിണങ്ങി കരയൊക്കെ ചെയ്യും. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ എൻ്റെ മോനോട് പറഞ്ഞു, നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമെന്ന്. ചുമ്മാ പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര വിഷമമായി പോയി, ഒത്തിരി നേരം കരഞ്ഞു. പപ്പ എന്നോട് പറഞ്ഞു എൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കും. ചുമ്മാ പറയുന്നത്. ഞാൻ പറഞ്ഞു, പിള്ളേർ അങ്ങനെയാണ്, വിശ്വസിക്കും. അവരതിൻ്റെ യുക്തിയോ അതിൻ്റെ ബുദ്ധിയോ ഒന്നും ചിന്തിക്കത്തില്ല. പപ്പ പറഞ്ഞു, അല്ലെ മമ്മി പറഞ്ഞു, ഡാഡി പറഞ്ഞു, അത്രേ ഉള്ളൂ അവർക്ക്. ഇതുപോലെ ഒരു ഫെയ്ത്താണ് വാസ്തവത്തിൽ നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ അതിന് തെളിവ് പറയാം. ഈ കർത്താവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, മത്തായി 19:14 പറയുന്നുണ്ട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ശിശുക്കളുടേതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതാണ് എങ്ങനെ ശിശുക്കളെ പോലെ. അവിടെ ശിശുത്വം എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റി അല്ല, ശിശുത്വം എന്ന് പറയുന്ന ഫെയ്ത്താ. സ്വർഗരാജ്യം അത് തന്നെ ആരാ പറഞ്ഞേ? നിഷ്കളങ്കത്വമാണ് ഇവിടുത്തെ വിഷയം. ഓക്കെ, ഇനി മത്തായി 21:16 കർത്താവ് അത് പറയുന്നുണ്ട്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു. ആ ശിശുത്വം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റിയിലെ ശിശുത്വമല്ല. സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് തഴക്കത്തിൽ അഭ്യസനം ലഭിച്ച ഇന്ദ്രിയങ്ങളുള്ള പ്രായം തികഞ്ഞ അവസ്ഥയാണ് വേണ്ടുന്നത്. എന്നാൽ ഫെയ്ത്തിൽ നമുക്ക് ശിശുത്വം വേണ്ടത്. ഓക്കെ, ഇനി അവിടെ മാത്രമല്ല, പലയിടങ്ങളിൽ ഈ ടൈപ്പ് വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായി 18:3 വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ തിരിഞ്ഞു ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു. ഉള്ള കുരുട്ടുബുദ്ധിയെല്ലാം വെച്ചോണ്ട്
ഗ്ലോറി, ഹല്ലേലൂയ, വിക്ടറി, രക്തം ജയം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തിരിഞ്ഞ് ശിശുവിനെ പോലെ ആകണോ നാം. ആ കപടതയും ആ അഭിനയവും ആ പരിപാടിയെല്ലാം താഴെ വെച്ചിട്ട് ശിശുക്കളെ പോലെ ആകണമെന്ന്. ചിരിച്ചാ ചിരിച്ചതാ, കരഞ്ഞതാ, വിശ്വസിച്ചതാ. അതിനകത്ത് വേറൊരു ഇടപാടില്ല. കർത്താവ് പറഞ്ഞത് അങ്ങനെ ഒന്ന് ചേഞ്ച് ആകാനാ. അപ്പൊ യോഹന്നാൻ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോ അതെല്ലാം അതിനകത്തുണ്ട്. എന്നോടൊപ്പം ഉണ്ടോ? സ്വോത്രം. നിങ്ങൾ ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ഒരു 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 പൂർണ്ണ വളർച്ചയെത്തിയ പുരുഷന്റെ സ്പിരിച്വാലിറ്റിയും അപ്പോൾ തന്നെ ഒരു ശിശു സമാനമായ വിശ്വാസവും എനിക്ക് തരണം. അത് പ്രാർത്ഥിച്ചോണം കേട്ടോ. ഈ ഫാസ്റ്റിങ്ങിനകത്ത് അത് നമ്മളിൽ ഉളവായി വരണം. രാമേ പറഞ്ഞാട്ട് അമേ. അപ്പൊ ഒന്നാം ഭാഗം ഞാൻ അവിടെ അവസാനിപ്പിക്കാം. അത്രയും മതി. അതിൽ കൂടുതൽ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളെ, അടുത്ത വാക്ക് അതാണ് നമ്മുടെ മെസ്സേജിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ്. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. എല്ലാവരും കൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. നിങ്ങൾ എവിടെ നിന്നുള്ളവരാ? ഓ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരോ? ഒന്നുകൂടെ പറഞ്ഞേ. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ഈ ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് പറയുന്നതിനകത്ത് പല കാര്യങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. പല കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരാത്മീക ഉത്ഭവമുണ്ടെന്ന്. എന്നോട് ഉണ്ടെങ്കിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ദൈവത്തിൽ നിന്നൊരു ഉത്ഭവം കിട്ടിയവരാണ് നമ്മൾ. ഈ ദൈവത്തിൽ നിന്നുള്ള ഉത്ഭവം എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെന്ന. ദൈവത്തിൽ നിന്ന് ജനിച്ചു. ഈ യോഹന്നാന്റെ ലേഖനത്തിലെ ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അതങ്ങ് ആവർത്തിച്ചേക്കുക. നിങ്ങളെ 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഒന്ന് വന്നേ. അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. എങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. എല്ലാരും കൂടെ പറഞ്ഞേ. അപ്പൊ നമ്മൾ എവിടുന്നാ ജനിച്ചേ? ദൈവത്തിൽ നിന്ന്. ഉച്ചത്തിൽ പറ, നമ്മൾ എവിടുന്നാ ജനിച്ചേ? ദൈവത്തിൽ നിന്ന് ജനിച്ചു. അപ്പൊ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന് പറയുമ്പോ അതിലൊന്നാമത് നമ്മൾ അറിയണം, നമുക്കൊരു ദിവ്യ ഉത്ഭവമുണ്ട്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ബോൺ ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചു. ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്ന പദം യോഹന്നാന്റെ ലേഖനത്തില് ആവർത്തിച്ച ഉപയോഗിച്ചിരിക്കുന്നത് 3:9. 3:9. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. നമ്മളെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. 5-ാമത്തെ 1-ാമത്തെ വാക്യം നോക്കിയേ. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇനിയും 4-ാമത്തെ വാക്യം നോക്കിയേ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പം പിടികിട്ടുന്നുണ്ടോ? നമ്മൾ എവിടുന്നാ ജനിച്ചേ? ദൈവത്തിൽ. ഒന്നുകൂടെ പറ. അതൊരു വലിയ റെവലേഷൻ ആയിട്ട് അകത്തോട്ട് കയറി കിടക്കണം കേട്ടോ. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. ദൈവത്തിൽ നിന്ന് ജനിച്ചവർ. ഈ ചോദ്യം, പാസ്റ്റർ എങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്? ദൈവത്തിൽ നിന്ന് എങ്ങനെ ജനിക്കുന്നേ? പറയാം. അത് പത്രോസ് ലേഖനത്തിലുണ്ട്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ നിലനിൽക്കുന്ന ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പൊ ഒരിക്കൽ നമുക്കൊരു ജനനം ഉണ്ടായി അല്ലേ? ഒരു 3 കിലോ 450 ഗ്രാം അല്ലേ? ചിലരൊക്കെ 4 കിലോയാ. നമ്മൾ പറയത്തില്ലേ നല്ല സൈസുള്ള ബേബിയാ. അങ്ങനെയൊക്കെ ജനിച്ചവരെ. ചിലരൊക്കെ 1,800 2,200 അല്ലേ? 2,700 ആ അളവിലൊക്കെയാ. എന്റെ പ്രിയരെ, അങ്ങനെ ഒരു ജനനം നമുക്കുണ്ടായിരുന്നു. അത് കെടുന്ന ബീജത്താലുള്ള ജനനം എന്നാണ് പത്രോസ് പറയുന്നത്. കെടുന്ന ബീജത്താൽ നമ്മൾ ജനിച്ചു. എന്താ ഈ കെടുന്ന എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്? നശിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. നശിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരിക്കൽ നമ്മൾ കല്ലറ കയറേണ്ടി വരും. നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് വന്നില്ലെങ്കിൽ
കല്ലറ കയറേണ്ടി വരും. കല്ലറയ്ക്കകത്ത് കയറിയാലോ? അതാ കെടുന്ന ബീജം എന്ന് പറയുന്നത്. കല്ലറയ്ക്കകത്ത് കയറിയാൽ ദ്രവിക്കും. ഞാൻ ഈ മരണാനന്തര ജീവിതമൊക്കെ ഒരുപാട് പ്രസംഗിക്കുന്ന ആളായതുകൊണ്ട് ഈ മരണാനന്തര അനുഭവത്തെക്കുറിച്ച് ഞാനിങ്ങനെ പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരാൾ മരിച്ചാൽ മരിക്കുന്ന സ്പോട്ടിൽ തന്നെ, ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ട് ഇവിടെ, അവർ കൂടുതൽ പറയാൻ പറ്റും. ഈ മരിക്കുന്ന സ്പോട്ടിൽ തന്നെ ശരീരത്തിൻ്റെ ഗന്ധം മാറും. അതിനാണ് ഈ ഇടത്തും വലത്തും ഇവരുന്ന് ഈ സ്പ്രേ അടിക്കുന്നത്. കണ്ടിട്ടില്ലേ? അപ്പുറത്തിരുന്ന് മൂത്ത മരുമോൾ അടിക്കും, ഇപ്പുറത്തിരുന്ന് ഇളയ മരുമോൾ അടിക്കും. ചിലർ വട്ടത്തിലടിക്കും, ചിലർ നീളത്തിലടിക്കും. കണ്ടിട്ടില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബ്രാൻഡ് ഇപ്പൊ അടിച്ചടിച്ചടിച്ച് ഇപ്പൊ ഒന്നും ഉപയോഗിക്കാൻ തോന്നുന്നില്ല. ഇത് അടിക്കുക എന്തിനാണെന്നറിയോ? ഇടക്കിടക്ക് സ്മെല്ല് വരും. അത് ഈ ബോഡി കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാം. ഇടക്കിടക്ക് സ്മെല്ല് വരും. ഞാൻ പറഞ്ഞ ഈ മരണത്തോടു കൂടി ശരീരത്തിന്റെ ഗന്ധം മാറും. ആ ശരീരം ഒരു സാധാരണ ജൈവ പ്രക്രിയക്ക് വിധേയപ്പെടുകയാണെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഇന്റേണൽ ഓർഗൻസ് എല്ലാം മെൽറ്റ് ആകും. ലാസറിന്റെ കല്ലറയ്ക്ക് കർത്താവ് 4-ാം ദിവസം എത്തി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓർഗൻസ് മെൽറ്റ് ആയതിനു ശേഷമാണ് കർത്താവ് എത്തിയത്. ഒരു സാധാരണ ജൈവ പ്രക്രിയയിൽ 3 ദിവസം കൊണ്ട് ഇന്റേണൽ ഓർഗൻസ് മെൽറ്റ് ആകും. ഏതാണ്ട് ഒരു 3 ആഴ്ച കൊണ്ട് ശരീരത്തിൽ നഖമെല്ലാം വേർപെടും. നഖം, രോമം എല്ലാം പൊഴിയും, അസ്ഥികളെല്ലാം ബന്ധം വിടും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജൈവ പ്രക്രിയ. ഞാൻ പറഞ്ഞ ഇതിനൊരു നാശമുണ്ട്. അത് കെടുന്ന ബീജം എന്ന് പറയുന്നത്. നമുക്ക് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ജനനം, ആ ജനനം മുഖാന്തരം ഉണ്ടായ ശരീരം കല്ലറയ്ക്കകത്ത് ദ്രവിക്കും. അതാ ഈ ദ്രവത്വമുള്ളതെന്ന് പറയുന്നത്. ഇത് ദ്രവിക്കുന്നതാണ്. ഇത് ദ്രവിച്ചു പോകും. അത് കെടുന്ന ബീജം. എന്നാൽ വേറൊന്നുണ്ട്, കെടാത്തത്. ആ കെടാത്ത ബീജത്തെ പത്രോസ് വിളിച്ചിരിക്കുന്ന പേര് ദൈവവചനമെന്ന. ദൈവവചനം. അവിടെ നമ്മൾ വായിക്കുന്നത് എന്താ? കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ചിലരുടെ നോട്ടം കണ്ടിട്ട് അങ്ങനെ ഒരു വാക്യം ബൈബിളിൽ ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല പാസ്റ്ററെ, അതെവിടാണെന്നൊന്ന് പറയാമോ എന്നുള്ള പരുവത്തിലാണ് ചിലർ ഇരിക്കുന്നത്. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ്. മോനെ പെട്ടെന്നൊന്ന് കാണിച്ചോ. അവിടെ വായിക്കുന്നു, കെടുന്ന ബീജത്താലല്ല, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ അതാണ് ഈ കെടാത്തതെന്ന് പറയുന്നതിന്റെ പ്രത്യേകത ഏതാ? ജീവനുള്ളത്. എല്ലാവരും കൂടെ പറഞ്ഞേ. എന്നാ അടുത്ത വാക്ക്? നിലനിൽക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ. ഓ, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ഈ കെടുന്ന ബീജത്തിന്റെ ആ ജനനത്താൽ ഉണ്ടായ ശരീരത്തിന്റെ പ്രത്യേകത. ഈ ചില സന്ദർഭങ്ങളിലൊക്കെ ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നമുക്കങ്ങ് നമ്മൾ തന്നെ അങ്ങ് ഉരുകി പോകുന്നത് പോലെ തോന്നിപ്പോകും. ചിലരതൊക്കെ ചെല്ലുമ്പം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. സെൻട്രൽ ട്രാവൻകൂറിലെ വളരെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിലെ ഒരു സീനിയർ ഡോക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വൈഫ് അവര് കേരളത്തിലെ തന്നെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജിൻ്റെ പ്രൊഫസറാണ്. കഴിഞ്ഞ ഒരു വർഷത്തിൽ അവർക്കൊരു പനി വന്നു. ഒറ്റ ദിവസം കൊണ്ട് സംസാരം പോയി, ശരീരത്തിന് മൊത്തം അങ്ങ് നിയന്ത്രണത്തിനപ്പുറമായി പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടി എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അത് പിന്നെ കുറച്ചുകൂടെ കൺട്രോൾഡ് ആണ് അവരുടെ ബോഡി. അങ്ങനെ അല്ലാത്ത വിധത്തിൽ ആ ശരീരമായിപ്പോയി. കരയുന്നു, നിലവിളിക്കുന്നു, ചിലപ്പോൾ വയലന്റ് ആകുന്നു, ഒന്നും മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ആ വീട്ടിൽ ചെന്നപ്പം മനുഷ്യന്റെ സ്ഥിതി ഓർത്ത് വലിയൊരു ഭാരം തോന്നി. ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് ഓർത്തോണം. ഒരിക്കലും അവർ ചിന്തിച്ചതല്ല ഇങ്ങനെ ഒരു അവസ്ഥ. സ്തോത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് ഈ നശിക്കുന്നതിന്റെ ഒരു പ്രത്യേകതയാണ്. ആർക്ക് എപ്പോ എന്ത് ഒന്നും അറിയില്ല. അത് കെടുന്നത്. പക്ഷെ ഇവിടെ കെടാത്തത്, ജീവനുള്ളത്, നിലനിൽക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞേ, കെടാത്തത്, ജീവനുള്ളത്, നിലനിൽക്കുന്നത്. അതിനെ മൊത്തത്തിൽ ക്രോഡീകരിച്ച് വിളിക്കുന്ന പേരെന്തുവാ? ദൈവവചനം.
അപ്പൊ നമ്മൾ അപ്പനിൽ നിന്ന് ജനിച്ചവരെന്നല്ല, നമ്മൾ എവിടെ നിന്ന് ജനിച്ചു? ദൈവത്തിൽ നിന്ന് ജനിച്ചു. ആ ദൈവത്തിൽ നിന്ന് ജനിക്കാൻ നമുക്കായിട്ട് പുറപ്പെട്ടത് എന്താ? കെടാത്ത ജീവനുള്ള നിലനിൽക്കുന്ന ദൈവവചന. ആ വചനത്താൽ നിങ്ങൾ എന്ത് ചെയ്തു? അതാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാ. അതാ പറയുന്നത്, നമുക്കൊരു ദിവ്യ ഉത്ഭവമുണ്ട്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ആ ബോധ്യമുള്ളവർ കർത്താവിനെ ഹൃദയം തുറന്നൊന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചതിന്റെ അടുത്തൊരു വിശേഷത എന്നാണെന്നറിയോ? നമുക്ക് ദൈവത്തെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടായി. എല്ലാരും കൂടെ വിളിച്ചേ, എല്ലാരും കൂടെ വിളിച്ചേ, ഉച്ചത്ത് വിളിച്ചേ, അപ്പാ പിതാവേ. ഈ അപ്പാ പിതാവേ എന്നുള്ള വാക്ക് നമ്മൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല, എന്നാ ഈ സാധനം അപ്പാ പിതാവേ. അപ്പാ പിതാവേ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പാ എന്ന് പറഞ്ഞാൽ എന്നാന്നറിയോ? ഈ സത്യത്തിൽ അതൊരു അരാമിക് വേർഡാണ് അബ്ബ. ഈ ചില അരാമ്യ പദങ്ങൾ അതുപോലെ തന്നെ പുസ്തകത്തിൽ അങ്ങ് എഴുതിയിട്ടിരിക്കുക. അതിൽ ഒരു അരാമ്യ പദമാണ് ഖുർബാൻ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. തലീത ഖൂമി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. എല്ലാം അരാമ്യ പദങ്ങൾ. ഗബഥ അരാമ്യ പദമാണ്. ഗോൽഗോഥ അരാമ്യ പദമാണ്. അതുപോലെ ഒരു അരാമ്യ പദമാണ് ഈ അബ്ബാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൊച്ചുമക്കളെ വല്യപ്പച്ചനെ വിളിക്കത്തില്ലേ, അപ്പച്ചാ, അതാ സാധനം. നോ ഡീപ്പല്ല, അപ്പച്ചാന്ന് വിളിക്കത്തില്ലേ, അപ്പച്ചാ, അതാ സാധനം. സ്വതന്ത്രം. മിക്കവാറും കൊച്ചുമക്കൾക്ക് എല്ലാം അപ്പച്ചനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പച്ചൻ മക്കളുടെ അടുക്ക പുലിയ, പക്ഷെ കൊച്ചുമക്കളുടെ അടുക്കൽ എലിയ. അപ്പച്ചൻ മക്കളുടെ മുന്നിൽ ചിരിക്കാത്ത അപ്പച്ചൻ കൊച്ചുമക്കളുടെ മുന്നിൽ ആന കളിക്കും. അങ്ങനെയാ. കാരണം കൊച്ചുമക്കൾ എന്ന് പറഞ്ഞ അപ്പച്ചന് ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഈ കൊച്ചുമക്കൾ അപ്പച്ചന്റെ അടുക്കലും അങ്ങനെയാണ്. ഞാൻ മിക്കവാറും എല്ലായിടത്തും കാര്യം പറയുന്നത്, കൊച്ചുമക്കൾ അപ്പച്ചന്റെ അടുക്കലും അങ്ങനെയാണ്. അപ്പൊ ഈ കൊച്ചുമക്കള് ഈ അരുത്തി പിടിച്ചിട്ട് അങ്ങനെ പറയത്തില്ല ഇവിടെ? പറയോ അതിനെന്താ പറയുന്നത്? കൊഞ്ചല്. കൊഞ്ചി അപ്പച്ചന്റെ അടുക്ക ചെന്നിട്ട് അപ്പച്ചാന്ന് വിളിക്കത്തില്ലേ? അത് തന്നെ സാധനം. ദൈവത്തെ നമുക്ക് അപ്പച്ചാ എന്ന് വിളിക്കാൻ, അതാ അബ്ബാ പിതാവേ. എന്നോട് പോണ്ടോ? മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇതൊരു വലിയ പദവിയാ കേട്ടോ. 1 യോഹന്നാൻ 3:1 കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ. ഹല്ലേലൂയ. ദൈവമക്കൾ. യോഹന്നാന്റെ ലേഖനത്തില് അതിങ്ങനെ ആവർത്തിച്ച് കിടക്കുക. 2:29, 3:1, 9, 10 എല്ലാം ദൈവമക്കൾ, ദൈവത്തിൽ ജനിച്ചവർ. ഇതിങ്ങനെ പടർന്നു കിടക്കുക, ദൈവമക്കൾ. അപ്പം നമ്മള് ഒരു ദിവ്യ ഉത്ഭവമുള്ളവരാണ്. നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നവരാണ്. എനിക്കതിൽ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഞാൻ പറയാം. നമുക്കെല്ലാവർക്കും ഒരു ദിവ്യ പൈതൃകം വന്നിട്ടുണ്ട്. ഒന്നുകൂടെ പറയാന്, ഒരു ദിവ്യ പൈതൃകം. ഞാൻ പറയാം, ഈ പൈതൃകത്തിനകത്തൊരു കാര്യമുണ്ട് കേട്ടോ. ഈ അടുത്ത സമയത്ത് എൻ്റെ വളരെ അടുത്തൊരു റിലേറ്റീവ്, അദ്ദേഹം ഷാരോൺ സഭയുടെ റീജിയന്റെ പാസ്റ്ററാണ്. അപ്പൊ അദ്ദേഹം ഒരിക്കലും എന്നോട് പറഞ്ഞു, മോനെ, എനിക്ക് എൻ്റെ മക്കൾക്ക് വലിയ സൗന്ദര്യമുള്ളവരെയും പണമുള്ളവരെയും ഒന്നും വേണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്കൊരു നല്ല കുടുംബത്തിൽ നിന്നൊരു പെങ്കൊച്ചിനെ വേണം. അതാണ് ഈ പൈതൃകം. എനിക്ക് ആദ്യം ഈ നല്ല കുടുംബം എന്നൊക്കെ പറയുന്നത്, കുടുംബം നോക്കുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, കുടുംബത്തിനകത്തൊരു കാര്യമുണ്ട്. നല്ല അപ്പനും നല്ല അമ്മയ്ക്കും ഒക്കെ ജനിച്ച മക്കൾക്ക് അതിൻ്റെ ഒരു വിശേഷതയുണ്ട്. അത് നമുക്ക് തൂത്തുകളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സയൻസ് അത് പറയുന്നുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ അപ്പന്റെ 23 ക്രോമസോമും അമ്മയുടെ 23 ക്രോമസോമും ആ കുട്ടിയിലുണ്ട്. അപ്പൊ അപ്പന്റെ സ്വഭാവവും അമ്മയുടെ സ്വഭാവവും കുട്ടിയിലുണ്ട്, ഉറപ്പാ. ഞാൻ ഈ വിവാഹത്തിനൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഭാര്യയെ തല്ലുന്ന അപ്പനെ കണ്ട് വളരുന്ന മോൻ ഉറപ്പാണ് അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ തല്ലും, ഒരു സംശയമില്ല. കാരണം ഇവന്റെ ചിന്തക്കകത്ത്
ഭാര്യ ഇടിച്ചാലേ ഒരു നല്ല ഭർത്താവാകത്തുള്ളൂ. കാരണം അവൻ അപ്പനില്ലാതാ കണ്ടേക്കുന്നത്. അപ്പന്റെ പ്രകൃതമല്ലേ ഇവനുള്ളത്. ഭർത്താവിനെ അനുസരിക്കാത്ത അമ്മയ്ക്ക് ജനിക്കുന്ന മോള് അവളുടെ ഭർത്താവിനെ അനുസരിക്കത്തില്ല. കാരണം അമ്മയിൽ നിന്ന് കണ്ടേക്കുന്ന മൊത്തം അതല്ലേ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, നല്ല മക്കളെ വളർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ക്വാളിറ്റിയിൽ ജീവിക്കുകയും കൂടെ വേണം. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് ചർച്ചിനകത്ത് വന്നിട്ട് നമ്മൾ കൈയടിക്കുക, പാട്ട് പാടുക. അപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൈ ഉയർത്തുകയും കൈ താഴ്ത്തുകയും നമ്മൾ ഡ്രില്ല് കളിക്കുകയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോയാൽ മതി. നോ 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 നോ. നല്ല ജീവിതം വേണമെങ്കിൽ അതിന് സമർപ്പിക്കണം. അതിനുള്ള ഒരു സമർപ്പണം നമ്മുടെ അകത്ത് വേണം. വൈകിട്ട് കൊണ്ട് വരണേ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഹൃദയം തുറന്ന് ശുശ്രൂഷിക്കുകയാണ് എൻ്റെ ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ ഉണർവ് പ്രസംഗിക്കുന്ന കുറച്ചുകൂടെ എളുപ്പമാണ്. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എൻ്റെ കർത്താവേ ഉണർവ് പ്രസംഗിച്ചാൽ മതി എന്നെനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം പിന്നെ ഇതൊക്കെ അങ്ങ് കർത്താവ് ഈ വെളിപ്പെടുത്തി തരുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. യിരെമ്യാവ് പറഞ്ഞതുപോലെയാണ്, എന്നോട് ഈ യഹോവയുടെ നാമത്തിൽ പ്രസംഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കത്തില്ല. അതെൻ്റെ അസ്ഥിയിൽ അടക്കം ചെയ്തിട്ട് അത് തീ കത്തുന്നത് പോലെ ഇരിക്കുക. ഹല്ലേലൂയ. കേറുമ്പം കൈയടിക്കുന്ന പ്രസംഗം പറയണമെന്നൊക്കെ പറഞ്ഞായിരിക്കും കേറുന്നത്, പക്ഷേ വാക്യം എടുക്കുമ്പം മാറിപ്പോകും. അതാ സംഭവിച്ചു പോകുന്നത്. ഹല്ലേലൂയ. എന്നോടൊപ്പം ഉണ്ടെന്ന് എൻ്റെ ചിന്ത. ഞാൻ പറഞ്ഞ ഒരു നല്ല ഞാൻ പറയും, എക്സോഡസിലുള്ളവർ നന്നായിട്ട് ജീവിച്ചില്ലെങ്കിൽ റെജി പാസ്റ്റർക്കൊന്നും വരാനൊന്നുമില്ല, സത്യം. പക്ഷേ ശുശ്രൂഷകന്റെ മനസ്സതല്ല. ഒരു റിയലായിട്ടുള്ള ദൈവദാസന്റെ മനസ്സതല്ല. ദീപസ്തംഭം, മഹാശ്ചര്യം, എനിക്കും കിട്ടണം പണം, അതൊന്നുമല്ല ഒരു യഥാർത്ഥ ശുശ്രൂഷകന്റെ മനസ്സ്. ജനം അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് തന്നെയാ. ജനത്തിന്റെ ജീവിതം ചേഞ്ച് ആകണം. ഒരാമേൻ പറഞ്ഞേ. നമുക്ക് ഒരു ദിവ്യ പൈതൃകം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പൈതൃകത്തിനകത്തൊരു കാര്യമുണ്ട്. ആത്മഹത്യ ഇല്ലാത്ത വീട്ടിൽ ജനിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. ഭ്രാന്തില്ലാത്ത വീട്ടിൽ ജനിക്കുന്നതൊരു നല്ല കാര്യമാണ്. ചില പാരമ്പര്യ രോഗങ്ങളുള്ള വീട്ടിൽ ജനിക്കാതിരിക്കുന്നത് നല്ല കാര്യമാണ്. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെയാണ് ദിവ്യ പൈതൃകം എന്ന് പറയുന്ന ആ ദൂതിന്റെ സദ്വാർത്ത വരുന്നത്. ഓ, മദ്യപിക്കുന്ന അപ്പന്റെ മോനായി ജനിച്ചു, തകർന്ന കുടുംബാന്തരീക്ഷത്തിൽ ജനിച്ചു, ഡിപ്രഷനുള്ള വീട്ടിൽ ജനിച്ചു, മാനസിക രോഗമുള്ള വീട്ടിൽ ജനിച്ചു. ഞാൻ പറയാം, അതൊന്നും ആരുടെയും കുറ്റം കൊണ്ടല്ല കേട്ടോ. യൂസഫ് അലി ഒരിക്കൽ പറഞ്ഞൊരു കാര്യം സാന്ദർഭികമായിട്ട് ഞാൻ പറയാം. അദ്ദേഹം ഇതുമായി കണക്ട് ചെയ്ത ഒരു കാര്യം പറഞ്ഞായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഒരാൾ ദരിദ്രനായി ജനിക്കുന്നത് അയാളുടെ കുറ്റമല്ല, പക്ഷേ അയാൾ ദരിദ്രനായി മരിക്കുന്നത് അയാളുടെ കുറ്റമാണ്. ഒരു പക്ഷേ അയാളുടെ അനുഭവം വെച്ചായിരിക്കും പറഞ്ഞു. ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല, പുള്ളി പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പൈതൃകമുള്ള വീട്ടിൽ ജനിച്ചാൽ നല്ലത്, പക്ഷെ പറ്റിയില്ല. അത്ര നല്ല പൈതൃകമുള്ളിടത്തൊന്നും അല്ല ജനിച്ചത്. തകർന്ന് തരിപ്പണമായ ഒരു വീടിനകത്താണ് ജനിച്ചത്. അകാല മരണങ്ങളും മാനസിക രോഗമൊക്കെയുള്ള വീടിനകത്ത്, രോഗങ്ങളൊക്കെയുള്ള വീടിനകത്താണ് ജനിച്ചത്. ശരി, സ്തോത്രം, അതൊരു കാര്യമാണ്. പക്ഷെ വിഷമിക്കണ്ട. നിങ്ങൾ ക്രിസ്തുവിലാകുമ്പോ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോ ഒരു ദിവ്യ പൈതൃകം ഉണ്ടാകുകയാണ്. കേൾക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ ജനിച്ചവർ മാത്രം അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് എന്നാ കിട്ടിയേക്കുന്നത്? ഒന്നുകൂടെ പറഞ്ഞേ, ദിവ്യ പൈതൃകം. ഓ സ്തോത്രം. പഴയ ജീവിതത്തിലാണ് ഈ പഴയ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത്. പൗലോസ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ, ഉച്ചത്തിൽ പറ, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി. ഒന്നുകൂടെ, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. അടുത്തത് പഴയത്. ഉച്ചത്തിൽ പറ, പഴയത്. ഒന്നുകൂടെ പറഞ്ഞ്, പഴയത്. ഓ, ഏതെങ്കിലും പാരമ്പര്യമായിട്ടുള്ള വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകലിൽ ഈ വചനത്തെ കയറി പിടിച്ചോണം. നിങ്ങൾ ആത്മാവിൽ പറയണം, പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി, പഴയത് കഴിഞ്ഞുപോയി. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. അമ്മയുടെ രോഗത്തെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, അപ്പന്റെ രോഗത്തെ കുറിച്ച് പേടിക്കണ്ട. നിങ്ങൾക്കൊരു ദിവ്യ പൈതൃകം ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. പഴയത് കഴിഞ്ഞുപോയി. യേശുവിന്റെ നാമത്തിൽ
ചില മിനിറ്റുകളൊന്ന് കണ്ണടച്ച് അടുത്ത പ്രസംഗത്തിന്റെ ഭാഗങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ആ വചനത്തെ ഒന്ന് റിസീവ് ചെയ്ത് ചില മിനിറ്റുകളൊന്ന് കണ്ണടച്ചിട്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിനോട് പറഞ്ഞ്, കർത്താവ്, എൻ്റെ വീട്ടിൽ അകാല മരണം കിടപ്പുണ്ട്, എൻ്റെ വീട്ടിൽ രോഗങ്ങൾ കിടപ്പുണ്ട്, എൻ്റെ വീട്ടിൽ വൈധവ്യം കിടപ്പുണ്ട്, എൻ്റെ വീടിനകത്ത് ആമേ മച്ചിയായ അനുഭവങ്ങളുണ്ട്. കർത്താവേ, ഞാൻ അങ്ങയിൽ നിന്ന് ജനിച്ചത് കൊണ്ട് അതിൽ നിന്ന് എന്നെ വിടുവിച്ചു വന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ദിവ്യ പൈതൃകത്തിന്റെ ഭാഗമാക്കി എന്നെ മാറ്റണം. ബാക്കിയുള്ളതിനെയെല്ലാം ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ അപ്പൻ വഴി വരുന്നത്, അമ്മ വഴി വരുന്നത്, ആ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നത്, ഈ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നത് യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. അധികാരത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ മക്കളെങ്ങാണ് നിങ്ങളുടെ അടുക്കൽ ഇരിക്കുന്നുവെങ്കിൽ ഒരു നിമിഷം അവർക്ക് വേണ്ടി ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചോ. എന്നിൽ നിന്ന് എന്റെ തലമുറയിലേക്ക് നന്മയല്ലാതെ ഒരൊറ്റ തിന്മയും വരരുത്. ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് ഒരു രോഗവും ഒരു പാരമ്പര്യങ്ങളും ഒരു ശാപങ്ങളും എന്നിൽ നിന്ന്, എന്റെ പാരമ്പര്യത്തിൽ നിന്ന് ആമേൻ എന്റെ തലമുറയിലേക്ക് നന്മയല്ലാതെ ഒന്നും കൈമാറ്റം ചെയ്യപ്പെടരുത്. ഉച്ചത്തിൽ പ്രാർത്ഥിച്ച് എനിക്കറിയാം ഈ പ്രാർത്ഥനയ്ക്കകത്ത് കർത്താവ് അങ്ങനെ ഒരു വിടുതൽ അയക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചിലതിനെ ബ്രേക്ക് ചെയ്യാൻ കൃപാവര പ്രാപ്തന്മാരൊന്നും വരണമെന്നില്ല. ഒരു വചനം പ്രകാശിച്ചാൽ പ്രകാശിക്കുന്ന വചനത്തിന്റെ വെളിപ്പാടിൽ ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി. അവിടെ ഡെലിവറൻസുകൾ ഉണ്ടാകും. കഷ് ബ്രേക്കിങ്ങിന് വേണ്ടി സ്പെഷ്യൽ ക്യാമ്പയിനുകൾ ഒന്നും ഉണ്ടാക്കേണ്ടതില്ല. ഏത് വചനമാണോ പുറപ്പെടുന്നത്, ഏത് വചനത്തെയാണോ റിസീവ് ചെയ്യുന്നത്, അവിടെ വചനത്തിന്റെ ചലനങ്ങൾ ഉണ്ടാകും. യേശുവിന്റെ നാമത്തിൽ വചനത്തിന്റെ ചലനങ്ങൾ ഭവനങ്ങളുടെ അകത്ത് റിവീൽ ആകട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ ഉച്ചത്തിൽ ഒന്ന് ആരാധിച്ചാട്ടെ. അപ്പൊ നമുക്കൊരു ദിവ്യ പൈതൃകമുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് കൺഫസ് ചെയ്യണം കേട്ടോ. നമുക്കെല്ലാവർക്കും ഒരു ദിവ്യ പൈതൃകമുണ്ട്. നിങ്ങൾ ഇനിയും പഴയ പാരമ്പര്യത്തെ നോക്കി നെടുവീർപ്പെടണ്ട. നമ്മൾ വെളിപ്പാടിൽ ഒരു പുതിയ പൈതൃകത്തെ റിസീവ് ചെയ്തിരിക്കുക. അതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. നമ്മൾ നിൽക്കുന്നത് ഏത് പാരമ്പര്യത്തിലാണ്? യേശു ക്രിസ്തുവിൻ്റെ പാരമ്പര്യത്തിലാണ്. ഒന്നുകൂടെ പറഞ്ഞേ, അബ്രഹാമിൻ്റെ പുത്രനായ, ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ. നമ്മൾ ക്രിസ്തുവിൽ നിന്നുള്ളവരാണ്. നമ്മുടെ വാക്യം, നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത എന്താ? നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. ഒന്നുകൂടെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. ഇവിടെ വിപ്ലവാത്മകമായ അന്തരീക്ഷവും കയ്യടിയും ബഹളങ്ങളും ഒന്നും ഉണ്ടായില്ലെങ്കിലും ഈ വചനം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങി ആ വചനത്തെ നിങ്ങൾ ആത്മാവിൽ റിസീവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എവിടെയാണോ അവിടെ ഒരു ഡെലിവറൻസ് സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ട് പോകരുത്. ഒത്തിരി പേര് എഴുതുന്നുണ്ട്. നിങ്ങൾ ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിരന്തരമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിരന്തരമായി നിങ്ങൾ പ്രഖ്യാപിക്കണം. പ്രാർത്ഥനയിൽ നിരന്തരമായി പ്രഖ്യാപിക്കണം. നമ്മൾ എവിടെ നിന്നുള്ളവരാ? ഉച്ചത്തിൽ പറഞ്ഞു, നമ്മൾ എവിടെ നിന്നുള്ളവരാ? ഒന്നുകൂടെ, നമ്മൾ എവിടെ നിന്നുള്ളവരാ? നമ്മുടെ പാരമ്പര്യം മാറി. യോബിന്റെ പുസ്തകത്തിൽ ചോദിക്കുന്നത്, കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകീരത്തിന്റെ ബന്ധനങ്ങളെ നിനക്ക് അഴിക്കാമോ? രാശിചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ചോദ്യമാ. അഴിക്കാമോ? ബന്ധിക്കാമോ? നടത്താമോ? ഉത്തരം, കർത്താവ് എന്നെ കൊണ്ട് നടക്കത്തില്ല. കർത്താവ് പറയും, ഞാൻ ചെയ്തോളാം. നിനക്കല്ലേ നടക്കാത്തത്? മകീരത്തിന്റെ ബന്ധനങ്ങളെ നിനക്കല്ലേ അഴിക്കാൻ പറ്റാത്തത്? ഞാനുണ്ടെന്ന്. രാശിചക്രമൊക്കെ നിനക്കല്ല പ്രശ്നം, ഞാനുണ്ടെന്ന്. ചങ്ങലകളെ, ബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ, ക്രിസ്തുവിലായവർക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. ശബ്ദമുയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. നമുക്കൊരു ദിവ്യ പൈതൃകമുണ്ട്. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. അതൊരു വലിയ കാര്യമാണ്. ദൈവത്തിൽ നിന്നുള്ളവർ ഒന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഒരു 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 ദിവ്യ പൈതൃകമുള്ളവരാണ്. അവർ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നവരാണ്. ജീസസ്.
ഹല്ലേലൂയ. ഇനിയും അവർക്ക് ഒരു പുതിയ ജീവനാണുള്ളത്, ഒരു പുതിയ ജീവൻ. നമ്മൾ യിരെമ്യാ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, അവർ എന്നെ വിട്ടു വെള്ളമില്ലാത്ത കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു, പൊട്ടക്കിണറുകളെ കുഴിച്ചു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് മനസ്സില്ല. സ്തോത്രം. കർത്താവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ജീവനുണ്ട്. യേശു ശമരിയ സ്ത്രീയോട് പറഞ്ഞത് എന്താ? ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ദാഹിക്കത്തില്ല. ഇത് ജീവജലത്തിന്റെ നദിയാണ്. ജീവൻ പ്രാപിക്കേണ്ടതിന് നമ്മൾ അങ്ങോട്ട് ഓടിച്ചെല്ലുക. ജീവൻ ന്യൂ ടെസ്റ്റ്മെന്റിലെ ഒരു വലിയ വേടാ, വിശേഷിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ജീവൻ, ജീവൻ, സ്വയേ ജീവൻ. ഹല്ലേലൂയ. അപ്പൊ നമുക്കൊരു ദിവ്യ ജീവൻ ഉണ്ടായിരിക്കുന്നു. അടുത്ത കാര്യം ഞാൻ പറയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൽ നിന്നുള്ളവർക്ക് ലോകവുമായിട്ടൊരു വലിയ വലിയ വിഘടനമുണ്ട് കേട്ടോ. ലോകവുമായി സമരസപ്പെടുന്നവരല്ല അവർ. ഹല്ലേലൂയ. നമ്മൾ ചിലർ പറയുന്നത്, ഓക്കെ, ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണ്, ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു, ഓക്കെ, പക്ഷെ ലോകസ്നേഹം കേറിയാൽ അത് ആഢ്യത്വമാകട്ടെ, ലളിത ജീവിതമാകട്ടെ, ഏതുമാകട്ടെ, അത് ലോകത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ സംഗതി കുഴപ്പമാണ്. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് ലോകത്തിൽ നിന്ന് വേർപെട്ടവരാ. ഗോഡ്ലിയുടെ ഓപ്പോസിറ്റ് തന്നെ, ഗോഡ്ലിയുടെ ഓപ്പോസിറ്റ് വേർഡ്ലി. ലോകത്തോടുള്ള ഭ്രമം, ആസക്തികൾ. നമുക്കൊരു വ്യത്യസ്തത ഉണ്ടാകണമെന്നേ, അത് എല്ലാ വിധത്തിലും ഉണ്ടാകണം. കാരണം നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാ. അതാ യോഹന്നാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്, ലോകവുമായി ബന്ധമില്ലാത്തവരാ. ഇത് പിടികിട്ടിയത് കൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാരെല്ലാം ലോകത്തിനെതിരെ പാടിയത്. നമുക്ക് ലോകത്തിനെതിരെ പ്രസംഗിച്ചു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ലോകത്തിനെതിരെ പാടി. അവർക്ക് ആ കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു. ഞാൻ പറയാം, ഇന്നിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളുകളിലൊക്കെ എന്തെങ്കിലും ഡേറ്റാസ് ഒക്കെ ഉള്ളതാണ്. അതായത് വചനത്തിനപ്പുറത്ത് എന്തെങ്കിലും സ്റ്റഡി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പഴയ കാലഘട്ടത്തിൽ നമ്മുടെ അപ്പച്ചന്മാർക്കൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു. ഒരു അവരുടെ ബൈബിളിൻ്റെ ബൈൻഡ് ഇതുപോലെ പോലും അല്ലായിരുന്നു, ഇങ്ങനെ പോലും അല്ലായിരുന്നു, അല്ലേ? കണ്ടിട്ടില്ലേ പഴയ ബൈബിളിൻ്റെ ബൈൻഡ്? ഒരു കറുത്ത ഒരു പ്ലാസ്റ്റിക് ആണോ, അതുമല്ല റബ്ബറാണോ, അതുമല്ല ഒരു ടൈപ്പ് റെക്സിൻ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളിന്ന് പറയുന്ന പോലെ ഗ്രീക്കും ഹീബ്രുവും വലിയ കമൻട്രി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അപ്പന്മാർക്കൊരു സത്യം വെളിപ്പെട്ടു. അവരാ സത്യത്തിന് വേണ്ടി കുറച്ച് നിന്നു. അന്ന് അവർ പാടി, ലോകം വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട എന്നൊക്കെ അവർ പാടി. സ്വത്രം. സത്യത്തില് നമ്മൾ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചവരായതുകൊണ്ട്, നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് ലോകവുമായി സമരസപ്പെട്ടാൽ നമ്മുടെ വിശ്വാസ ജീവിതത്തെ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടി വരും. കർത്താവ് പറഞ്ഞ എന്നാ? ലോകം എന്നെ പകച്ചു, ഈ ലോകം നിങ്ങളെയും പകയ്ക്കും. യേശു പറഞ്ഞ എന്താ? ഞാൻ ലൗകികനല്ല, നിങ്ങൾ ലൗകികന്മാരല്ല. സ്തോത്രം. നമ്മൾ ലോകക്കാരല്ല, ലോകവുമായിട്ടൊരു ബന്ധം ഉള്ളവരല്ല നമ്മൾ. ഹലോ, ഞാൻ അവിടെ ഒരു കാര്യം കണക്ട് ചെയ്ത് പറയാം. ഫെയ്ത്ത് വേറെ, റിലേഷൻ വേറെ, വിശ്വാസം വേറെ. ബന്ധങ്ങളെ ബന്ധങ്ങളായി മെയിൻറ്റെയിൻ ചെയ്യണം. ചില ആളുകൾക്ക് ഫെയ്ത്ത് കൂടി കഴിഞ്ഞാൽ പിന്നെ അപ്പം വേണ്ട, അമ്മ വേണ്ട, സഹോദരങ്ങൾ വേണ്ട. അങ്ങനൊന്നുമല്ല. അപ്പൻ്റെ സ്ഥാനത്ത് അമ്മ, അമ്മയുടെ സ്ഥാനത്ത് സഹോദരന്റെ സ്ഥാനത്ത്. പക്ഷെ ഫെയ്ത്ത് വേറെയാ.
ഓ രാജാവേ, നീ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും നീ കഴിക്കുന്ന ആഹാരം കൊണ്ടും ഞങ്ങളെ നമ്മൾ ചോദിക്കുക, ഈ ഫുഡിനകത്ത് തന്നെയാണ് ഇത്രയും വലിയ അശുദ്ധി? സംഗതി വളരെ സിമ്പിളാണ്. ഈ എല്ലാവർക്കും വിദേശത്തെ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം. ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ പലയിടങ്ങളിൽ യാത്ര ചെയ്യുന്നവരാ. ഇപ്പൊ ഞങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ആളുകളുടെ ചിന്ത ഞങ്ങൾക്ക് ഇന്ത്യൻ ഫുഡിനോടാണ് താല്പര്യം. നമ്മൾ ഈ പൊറോട്ടയും ഇതെല്ലാം തിന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഇന്നേലും ഒന്ന് മാറ്റി പിടിക്കാന്ന് ഓർത്താ നമ്മള്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മളെ വിളിച്ചോണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പൊ സത്യത്തിൽ ഇഷ്ടം തദ്ദേശീയമായ ഫുഡ് കഴിക്കാൻ വേണ്ടിയാ, അവിടുത്തെ ഭക്ഷണം കഴിക്കണം. പക്ഷെ ആളുകൾ കൊണ്ടുവന്നത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്കാ. ഞാൻ പറഞ്ഞത് എൻ്റെ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അതാത് രാജ്യങ്ങളിലെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇഷ്ടമാണ് അല്ലേ? നമ്മളതൊക്കെ അതുകൊണ്ടല്ലേ ഇവിടെ അതും ഇതുമൊക്കെ കഴിക്കാനായിട്ട് പോകുന്നത്. ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ പല ടൈപ്പ്. ഞാൻ പറഞ്ഞത് ഈ പയ്യന്മാർ അവിടെ ചെല്ലുമ്പം രാജാവിൻ്റെ ഭക്ഷണമാണ്. അതിൻ്റെ മട്ടും കെട്ടും ശൈലിയെല്ലാം വ്യത്യാസമാണ്. അത് കഴിച്ചാൽ മതി, ഭക്ഷണമല്ലേ. പക്ഷെ ഇവർക്കത് കഴിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് ഭക്ഷണത്തിന്റെ പ്രമാണമുള്ളവരാ. അവർക്ക് വേണേൽ പറയാറുണ്ട്, കർത്താവേ നാട് ഓടുമ്പം നടുവേ ഓടണമെന്നല്ലേ പറയുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ ഇതേ കഴിക്കൂ. എന്തോ ചെയ്യാനാ കർത്താവേ, ക്ഷമിച്ചേക്കണേ കർത്താവേ. നമ്മളാണ് ഇങ്ങനെ ഒരു എക്സ്ക്യൂസ് ഒക്കെ എടുത്ത് അടുത്ത 21 സെറ്റ് ചെയ്യാൻ കർത്താവേ എന്നൊക്കെ പറഞ്ഞ് കൈപൊക്കണ്ട പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. കാരണം നമ്മുടെ പല പരാജയങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയം ഏതാ? 21. ചിലർ സെറ്റ് ചെയ്യുന്ന ലോഡ് സപ്പർ വരുമ്പോഴാണ്. കാര്യം ദേവദാസന്മാർ വളരെ സ്നേഹമുള്ളവരൊക്കെ ആണെങ്കിലും 1 ലേഖനം 11 അധികം വായിക്കാതെ ലോഡ് സപ്പർ ഇല്ല. അയോഗ്യമായ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ രക്തവും ശരീരം സംബന്ധിച്ച് കുറ്റക്കാരനാണ്. ഇത് ഹേതുവായി ബലഹീനത, രോഗം, മരണം ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് കർത്താവെ ക്ഷമിക്കണേ കർത്താവെ, മറ്റേ കാര്യം ക്ഷമിക്കണേ കർത്താവെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തട്ടിവിടുന്നത്. അപ്പം നമ്മുടെ ചിന്ത ലോഡ് സപ്പറിൽ സെറ്റ് ചെയ്യാവുന്ന നോ 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 അങ്ങനെയൊന്നുമല്ല. നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ ഡേ ഒന്നുമില്ല. നമ്മൾ എന്നും സെറ്റ് ചെയ്യേണ്ടവരാ. ഒരു ആമേൻ പറഞ്ഞാട്ട്. രാജാവ് കഴിക്കുന്ന ഭക്ഷണം, ഇവർക്ക് ഭക്ഷണത്തിന്റെ പ്രമാണം ഉണ്ടെന്നേ. എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്. രാജാവിന് ഈ പ്രമാണം ഇല്ല. രാജാവിന് ഈ പ്രമാണം ഇല്ല. ഇവന് ചെതുമ്പലുള്ളത് ചെതുമ്പലില്ലാത്തത് കഴിച്ചുകൂടാ, പക്ഷെ രാജാവിന് കഴിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഇവന് എല്ലാ ഭക്ഷണവും എല്ലാ മീറ്റും കഴിക്കാൻ പറ്റത്തില്ല, രാജാവിന് ഏത് മീറ്റും കഴിക്കാം. അപ്പൊ അവിടെ രാജാവിന്റെ ടേസ്റ്റിനനുസരിച്ച് എന്തും ഉണ്ടാക്കും. പക്ഷെ ഇവൻ പ്രമാണമുള്ളവനായതുകൊണ്ട് ഇവൻ പറയുന്നു, ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളെ അശുദ്ധമാക്കത്തില്ല. ഞാൻ പറയാം, ദൈവം അവരോട് സെപ്പറേറ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല. കാര്യം രാജധാനിയിലൊക്കെ ആണെങ്കിലും മര്യാദയ്ക്ക് ജീവിച്ചോണം, ദൈവം അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇത് ഇവരുടെ വ്യക്തിപരമായ ഒരു സമർപ്പണമാണ്. വ്യക്തിപരമായ ഒരു സമർപ്പണം. ഈ വ്യക്തിപരമായ സമർപ്പണം പക്ഷെ കർത്താവിന് ഇഷ്ടപ്പെട്ടെന്ന്. കർത്താവ് അവർക്ക് കൊടുത്ത മാറ്റം ഇരട്ടി മാറ്റമല്ല, 10 ഇരട്ടി. കേൾക്കുന്നവരുണ്ടെങ്കിലോ രാമേൻ പറ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയം സമർപ്പിക്കാൻ, സ്വയമേ നമ്മളെ കീപ്പ് ചെയ്യാൻ, എനിക്ക് ലോകവുമായി ബന്ധമില്ല. അത് പാസ്റ്റേഴ്സ് പറഞ്ഞിട്ടൊന്നുമല്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാമെന്ന് ആരോ പറഞ്ഞത് കൊണ്ടൊന്നുമല്ല. വ്യക്തിപരമായ ഒരു സമർപ്പണമാണ്. അത് നോട്ടീസ് അടിച്ചു കൊടുക്കാൻ ഇൻസ്റ്റയിൽ ഇടാനും ഒന്നുമല്ല. അത് വ്യക്തിപരമായ ഒരു സമർപ്പണമാണ്. ആ സമർപ്പണത്തിനകത്ത് നമ്മൾ ഉറച്ചു നിന്നാൽ 2 ഇരട്ടിയല്ല 10 ഇരട്ടി. ഉച്ചത്തിലൊന്ന് പറ, എത്ര ഇരട്ടിയാ? ഒന്നുകൂടെ പറ, എത്ര ഇരട്ടിയാ? ഒന്നുകൂടെ പറ, എത്ര ഇരട്ടിയാ? 10 ഇരട്ടി. വിശ്വസിക്കുന്നവർ ആത്മാവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. ഓ ഹല്ലേലൂയ. നാട്ടുകാരോട് വിളിച്ചു പറയാനൊന്നുമല്ല കേട്ടോ, വ്യക്തിപരമായ സമർപ്പണം. വ്യക്തിപരമായ സമർപ്പണം. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തോണം. അതിന്റെ വ്യത്യാസം കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിന്റെ വ്യത്യാസം കാണാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ഓ ഒന്നുകൂടെ പറയാം, നമ്മുടെ ദൈവം, ഒന്നുകൂടെ പറ, നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ഒന്നുകൂടെ, നമ്മുടെ ദൈവം ആർക്കും, ഒന്നുകൂടെ പറ, നമ്മുടെ ദൈവം ആർക്കും, ഓ ശബ്ദം ഉയർത്തി പറ, നമ്മുടെ ദൈവം ആർക്കും. വിശ്വസിക്കേ,
കർത്താവിന് വേണ്ടി നമ്മൾ ഒരു സ്റ്റെപ്പ് ആ തീവ്രതയ്ക്കകത്ത് എടുത്താൽ കർത്താവിന്റെ മാന്യത നമ്മുടെ മേൽ വരാതിരിക്കത്തില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ അറിയണം, നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവർ. ഒന്നുകൂടെ പറഞ്ഞേ, നമ്മള് ദൈവത്തിൽ നിന്നുള്ളവർ. അതുകൊണ്ട് ലോകവുമായിട്ട് നമുക്ക് ഒരു വേർപാടുണ്ട്. ആമേൻ. നമ്മള് വചനവിരുദ്ധതയിൽ നിന്ന് വേർപെട്ടവരാ. വചനവിരുദ്ധതയിൽ നിന്ന് വേർപെട്ടവരാ. ഗ്ലോറി. ഒരു വചനവിരുദ്ധതയുമായി നമുക്ക് ബന്ധമില്ല. രാമേ പറ. ഇല്ലില്ല, ഇല്ലില്ല. ഒരു വചനവിരുദ്ധതയുമായി നമുക്ക് ഞാൻ പറയാം, ചിലപ്പോൾ എനിക്കും ചിലപ്പോൾ സംഭവിച്ചു എന്നല്ല, സംഭവിച്ചേക്കാം. അതായത് ഇപ്പൊ ഒരു കാര്യം പറയുമ്പോൾ ഒരു വാക്ക് തിരിഞ്ഞു വരാം. അത് വചനവിരുദ്ധമായ ഒരു പഠിപ്പിക്കലൊന്നുമല്ല, അങ്ങ് വന്നുപോയി. ടങ് സ്ലിപ്പ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അങ്ങ് വന്നുപോയി. പക്ഷേ പർപ്പസ്ലി, മനഃപൂർവമായിട്ട് ഒരു വചനവിരുദ്ധത പഠിപ്പിക്കുകയാണെങ്കിൽ അയാൾ ഏത് വലിയ പ്രവചനം പറഞ്ഞാലും അയാൾ വ്യാപരിക്കുന്ന അനോയിന്റിങ് വേറെയാ. വചനവിരുദ്ധത പഠിപ്പിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അഭിഷേകം വേറെയാണ്. ഞാനത് തെളിയിച്ചു തരാം സഹോദരങ്ങളെ. തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം. വ്യാജാത്മാക്കളുടെയും ഭൂതങ്ങളുടെയും ഉപദേശത്തിൽ ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ സ്പിരിറ്റ് വേറെയാ. ഏതാ? വ്യാജാത്മാവ്, ഭൂതാത്മാവ്. വ്യാജാത്മാവ്, ഭൂതാത്മാവ്. അപ്പൊ വചനവിരുദ്ധത പ്രസംഗിക്കുന്ന, വചനവിരുദ്ധത പഠിപ്പിക്കുന്ന ആ വ്യക്തി ആരോ അയാളിൽ വ്യാപരിക്കുന്ന സ്പിരിറ്റ് വേറെയാണ്. അപ്പൊ നമുക്ക് വചനവിരുദ്ധതയുമായി ഒരു ബന്ധവുമില്ല. ഈ ഓൺലൈനിൽ പഠിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഓൺലൈനിൽ പഠിക്കുന്നവര്, ചുമ്മാ എവിടെയെങ്കിലും ഒക്കെ കയറി പഠിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ ഏതിനകത്തോട്ടാ പോകുന്നത് നിങ്ങൾക്ക് പോലും അറിയത്തില്ല. അതുകൊണ്ട് സ്തോത്രം, വളരെ ആധികാരികതയുള്ള ഓൺലൈൻ സ്ഥാപനങ്ങളിൽ മാത്രമേ പഠിക്കാവൂ. നിങ്ങൾ കൃത്യമായിട്ട് അവരുടെ ഉപദേശ സംവിധാനം അറിയണം. ഉപദേശ സംവിധാനം അറിയാതെ ഒരിടത്തും കയറി പഠിക്കരുത്. എന്നോട് പോണ്ടോ? സ്വോത്രം. നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ പിന്നെ ഇന്റർനെറ്റിലൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ പ്രശ്നം, ഈ എഴുതി വെച്ച ആളെ ഏത് തിയോളജി ഫോളോ ചെയ്യുന്ന ആളാണെന്ന് നമുക്കറിയില്ല. സ്തോത്രം. അപ്പൊ നമ്മൾ അതുകൊണ്ടൊന്ന് ചർച്ചിനകത്ത് അടിക്കും. നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ഇൻഫർമേഷൻ കിട്ടിയാലും വചനവിരുദ്ധതയാണെങ്കിൽ ഒഴിഞ്ഞു നിന്നോണം. ഗ്ലോറി. ഞാൻ പറയാം, ഇനി അറിയാതെ ഒരു വചനവിരുദ്ധത പറഞ്ഞാലും, സ്തോത്രം, അങ്ങനെ ഒന്ന് പറഞ്ഞാലും അത് തുടരുകയാണെങ്കിൽ അവിടെ വേറൊരു പുള്ളി നുഴഞ്ഞു കയറും. കാരണം ഇയാൾ പറയുന്ന സാധനം മറ്റേ പുള്ളിയുടെ സാധനമാണ്. ഇയാളിങ്ങനെ ഉരുണ്ട് കയറും അതിനകത്തോട്ട്. ക്ഷണിക്കണ്ട. പരിശുദ്ധാത്മാവിനെ ആമേൻ നമ്മൾ കാത്തിരുന്നാലേ കിട്ടത്തുള്ളൂ. പക്ഷെ മറ്റേ പുള്ളിയെ കാത്തിരിക്കുമെന്ന് വേണ്ട, അവസരം കിട്ടിയാൽ കയറും. ഇടിച്ചു കയറും. ഞാനിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഈ അനന്യാസ് സഫീർ 4-ാം അധ്യായത്തിൽ ഇരുന്നിടത്തിരുന്ന് കുലുങ്ങിയവരാ. ഈ ബിൽഡിംഗ് എല്ലാം കൂടെ കുലുങ്ങുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. എന്തുമായിരിക്കും? അവരങ്ങനെ ഇരുന്ന് കുലുങ്ങിയ 4-ാം അധ്യായത്തില്. പക്ഷെ 5-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വന്നപ്പോ പത്രോസ് ചോദിക്കുക, സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്ത്? കണ്ടോ, ഒരു ചെറിയ ചാൻസ് കിട്ടി. ചെറിയ ചാൻസ് എന്ന് പറഞ്ഞാൽ ഈ പൈസ എല്ലാം കൂടെ വന്നേ. നമ്മുടെ ഒരു ശൈലി പറയാം, ആധാരത്തിൽ വെച്ച പൈസ ബാങ്കിൽ കിട്ടും, അല്ലാത്ത പൈസ ബാഗിൽ കിട്ടും. അപ്പം ഇതെല്ലാം കൂടെ വന്നപ്പോ ഇവരെല്ലാം കൂടി ഇതെല്ലാം കൂടി ഇങ്ങനെ വാരി കൂട്ടി, അമ്മാമ, അച്ഛാ, പാസ്റ്റർക്ക് എന്തിനാ അച്ഛാ ഇത്രയും പൈസ? എല്ലാം അമ്മാമയെ വെച്ച് കൊടുക്കുന്നേ. ഐഡിയാസ് അല്ല അമ്മാമയിൽ നിന്ന്. എന്തിനാച്ചാ ഇത്രയും പൈസ? അപ്പൊ അച്ഛനും ചിന്തിച്ചു, ശരി, റവറൻ പീറ്ററിന് എന്തിനാ ഇത്രയും പൈസ? അപ്പൊ അമ്മ പറഞ്ഞു, നമ്മൾ എത്ര വിറ്റേന്ന് എന്തായാലും റവറന്റിന് അറിയത്തില്ലല്ലോ. അപ്പോ കുറച്ചെടുത്ത്, മോളെ കെട്ടിക്കാറൊക്കെ ആയി വരുമല്ലേ, കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കാം. മാറ്റിവെച്ചു. ഒന്നും അറിയാതെ
അച്ഛൻ ഒരു പൊതിയൊക്കെ പൊതിഞ്ഞ് കെട്ടി പാസ്റ്ററുടെ അടുക്ക ചെന്നപ്പോൾ ഒറ്റ ചോദ്യം, ഇത്രയ്ക്കോ വിറ്റത്? അവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. വിൽക്കുന്നതിന് മുമ്പ് നിൻ്റെതായിരുന്നു, വിറ്റ ശേഷവും നിൻ്റെതായിരുന്നു. നീ വ്യാജം കാണിച്ചെന്താ? മൊത്തം കൂടെ കൊടുക്കാനാന്ന് പറഞ്ഞ് വിറ്റിട്ട് എല്ലാം കൂടെ കണ്ടപ്പോൾ നീ എന്തിനാ ഈ ഭ്രാന്ത് കാണിച്ചേ? നീ 100 കൊടുത്താൽ മതിയായിരുന്നെന്ന് നിന്നോട് പറഞ്ഞു 1 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞ് നീ കൊടുക്കണം. ഹലോ, നിന്റെ സമർപ്പണം എന്താ? നീ 100 കൊടുത്താൽ മതിയായിരുന്നെന്നേ. മിണ്ടുന്നില്ല. ആർക്കാ നിർബന്ധം ഇവിടെ? 100 കൊടുത്താൽ മതിയെന്ന്. പിന്നെ ഈ സമർപ്പിച്ചിട്ട്, ഞാൻ അവിടുത്തെ കാര്യം പറയുന്നത്, സമർപ്പിച്ചിട്ട് നീ വ്യാജം കാണിച്ച എന്നാന്ന് അവിടെ പത്രോസ് ചോദിച്ചു പോലും. സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കിയത്, ഞാൻ പറഞ്ഞത്, ഈ പുള്ളി ഇങ്ങനെ ചെറിയ ഒരു ടോക്ക് വീടിനകത്ത് വന്നതാ. അച്ഛാ, ഇത്രയും പണം എന്തിനാ പാസ്റ്റർക്ക്? ചെറിയൊരു ടോക്ക്. പാസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ഇനി പാസ്റ്റർക്ക് കാശ് വേണമെന്ന് പറഞ്ഞ് വേണമെങ്കിൽ പറഞ്ഞു കളയും. അതുകൊണ്ട് ഞാൻ മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത്. പത്രോസിനെതിരെ ഇത്രയും കാശ് കേട്ടോ. ആ ഒരു ചെറിയ ചിന്തയ്ക്കകത്തോട്ട് മറ്റേ പുള്ളി കയറി. പത്രോസ് അവരെ ശരിക്കും വെളിപ്പാട് നോക്കിയപ്പം സാത്താൻ ഹൃദയത്തെ, അതാ ഞാൻ പറഞ്ഞു, മറ്റേത് 10 ദിവസം കാത്തിരിക്കണമായിരുന്നേ. മാളിക മുറിയിൽ ആത്മാവ് ഇറങ്ങി വരണമെങ്കിൽ 10 ദിവസം വെള്ളം കുടിക്കാതെ കാത്തിരിക്കണം. പക്ഷെ ഈ സാധനം കയറാൻ ഒറ്റ ചിന്ത മതി. ഞാൻ പറഞ്ഞത് വചനവിരുദ്ധത തുടർമാനമായി പറയുകയും വചനവിരുദ്ധതയിൽ തുടർമാനം ആശ്രയിക്കുകയും ചെയ്താൽ നിങ്ങൾ പോലും അറിയാതെ കയറി വരുന്ന ഒരു വ്യാപാരമുണ്ട്. ഗ്ലോറി. അപ്പം ദൈവത്തിൽ നിന്ന് ഉത്ഭവമുള്ളവർ വചനവിരുദ്ധതയിൽ നിന്ന് മാറി നിൽക്കുന്നവരാ. ഒരാമേൻ പറഞ്ഞാട്ടെ. പോരാ ശബ്ദം ഉയർത്തി ഒരാമേൻ പറ. ഒരു വചനവിരുദ്ധതയുമായി നമുക്ക് ബന്ധമില്ല. ഗ്ലോറി. അപ്പൊ ലോകവുമായിട്ട് വ്യത്യാസപ്പെട്ടു. ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. ദൈവത്തിൽ നിന്ന് ഒരു ആത്മീയ ഉത്ഭവമുണ്ട്, ഒരു ദിവ്യ പൈതൃകമുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചു, ലോകവുമായി വ്യത്യാസം ഉണ്ടായി, വചനവിരുദ്ധതയിൽ നിന്ന് വേർപെട്ടു. സ്തോത്രം. ഇനി ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മൾ പ്രകാശിപ്പിക്കപ്പെടുകയാണ്. ആമേൻ. ദൈവാത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുകയാണ്. ദൈവാത്മാവ് നമ്മളെ പ്രകാശിപ്പിച്ചത് കൊണ്ടാണ് കേട്ടോ നമ്മൾ കൃപയിൽ വന്നത്. വചനം മനസ്സിലായത് ദൈവാത്മാവ് നമ്മളെ പ്രകാശിപ്പിച്ചത് കൊണ്ട്. ചിലരൊക്കെ എത്ര സമർത്ഥമായിട്ടാണെന്നറിയാവോ വചനത്തെ മറിച്ച് തിരിച്ചു കൊണ്ടുപോകുന്നത്. ഈ പുസ്തകമാണ് കയ്യിലിരിക്കുന്നത്, പക്ഷെ എന്ത് ഭംഗിയായിട്ടാണെന്നറിയാം ഇതിനിങ്ങനെ വളച്ചൊടിച്ച് മറിച്ച് തിരിച്ച് അവരുടെ ഒരു ആശയം സ്ഥാപിക്കുക. ആമേൻ. പക്ഷെ കൃപയാൽ കർത്താവ് വചനത്തെ അതെഴുതിയിരിക്കുന്ന ഈ ആശയത്തിൽ നമ്മുടെ അകത്ത് പ്രകാശിപ്പിച്ചു തന്നു. ഒരാമേ പറഞ്ഞാട്ട് ദൈവത്തിൽ നിന്നുള്ളവരുടെ ഉള്ളിൽ വചനത്തെ പ്രകാശിപ്പിക്കുക. അവര് തെറ്റും ശരിയും വിവേചിച്ചറിയുക. അവര് ദൈവത്തിൻ്റെതായി മാറുകയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവത്തിനായിട്ട് വിശുദ്ധീകരിക്കപ്പെടുക. അങ്ങനെ സമർപ്പിച്ചോണം കേട്ടോ. ദൈവത്തിൻ്റെതായി മാറി നിൽക്കണം. അതിൻ്റെ ഒരു ഗുണം ഞാൻ പറയാമേ. പഴയ നിയമത്തിന്റെ ആലയത്തിനകത്ത് ഉപകരണങ്ങളൊക്കെ ദൈവത്തിൻ്റെതാക്കി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിൻ്റെതാ. ഈ ദൈവത്തിന്റെ ആലയത്തിലെ ഉപകരണങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഉണ്ടായതല്ല, ദൈവം ദിവ്യജ്ഞാനം കൊടുത്തുണ്ടാക്കിയതാ. ബെസലേലിനും ഓഹോലിയാവിനും ഒക്കെ ദൈവം തൻ്റെ ആത്മാവിനാൽ ദിവ്യജ്ഞാനം കൊടുത്തു, അങ്ങനെ ഉണ്ടാക്കിയതാ. അത് ഭയങ്കര ആ ദിവ്യ ജ്ഞാനത്തിൽ ഉണ്ടാക്കപ്പെട്ടതാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, നെബൂഖദ്നേസർ യഹൂദയിൽ വന്നപ്പോൾ ആലയത്തിനകത്ത് ഈ പാത്രമെല്ലാം കണ്ടിട്ട് ഇയാൾക്ക് ഭയങ്കര ആവേശം ഉണ്ടായി. ഇയാൾ ഈ പാത്രമെല്ലാം എടുത്തോണ്ട് രാജധാനി കൊണ്ടുവച്ചു. നെബൂഖദ്നേസർ കഴിഞ്ഞ് അടുത്ത രാജാവ് വന്നപ്പോൾ ഈ പാത്രം കണ്ടപ്പോൾ ഇയാൾക്കൊരു പൂതി, ഇതിനകത്ത് കള്ളു കുടിക്കണം. ആലയത്തെ പാത്രത്തിനകത്ത് മദ്യം കഴിക്കണം. ഒരു പാർട്ടി സെറ്റ് ചെയ്തു. ഞാൻ ചിന്തിക്കുക, കൊട്ടാരത്തിന്റെ ആ ഹാളിൽ ആലയത്തിലെ പാത്രങ്ങളെല്ലാം കൊണ്ട് നിരത്തി വെച്ചു. എല്ലാത്തിലും വീഞ്ഞു പകർന്നു, മദ്യം പകർന്നു. കുടിക്കാനായിട്ട് ആളുകളെല്ലാം വന്ന് സെറ്റായി നിൽക്കുക. ഭിത്തിമേൽ ഒരു കൈയെഴുത്ത്, ഞാൻ നിന്റെ രാജ്യത്വം തൂക്കി നോക്കി.
ജീസസ്. ഇയാൾ ഒഴിച്ചു വെച്ചതല്ല, അത് കുടിച്ചില്ല. കുടിക്കുന്നതിന് മുൻപേ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി നീന്തി കടന്ന് ഒരു രാജാവ് വന്നു, കോരശ്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 45-ാം അധ്യായം 1, 2, 3 വാക്യം അവിടെയാ കേട്ടോ. വാതിലുകൾ തുറന്നിരിക്കേണ്ടതിന്, തുറന്നവയെ അടയാതിരിക്കേണ്ടതിനും ഇന്ന് ഞാൻ നിന്നെ വലം കൈക്ക് പിടിക്കുന്നു. ഈ യൂഫ്രട്ടീസ് നദിക്ക് നേരെ ബാബിലോണിൽ നിന്ന് തുറന്നിരിക്കുന്ന 100 താമ്ര കതകുകളുണ്ട് കേട്ടോ. അത് തുറന്നാൽ തുറക്കുമ്പോൾ തന്നെ അടയപ്പെടുന്നത്. എന്നാൽ ഈ മനുഷ്യൻ കയറി വരുന്ന ആ രാത്രി ദൈവത്തിന്റെ ആലയത്തിന്റെ പത്രത്തിനകത്ത് മദ്യം വിളമ്പി ആ രാത്രി 100 താമ്രവാതിലുകൾ ഒരുമിച്ച് തുറന്നു കിടന്നു. അതാ പറഞ്ഞ, വാതിലുകൾ തുറന്നിരിക്കേണ്ടതിന്, തുറന്നവയെ അടയാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ വലം കൈക്ക് പിടിക്കും. ഓ ദൈവത്തിന്റെ ഉപകരണത്തെ കയറി തൊട്ടവനെ ദൈവം കൈകാര്യം ചെയ്യുന്ന രീതി ഇന്ന് പകല് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു, നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവരാണ്. ഒന്നുകൂടെ എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു, എന്നാ? ദൈവത്തിൽ നിന്ന്. ശബ്ദം ഉയർത്തി പറ, നമ്മൾ ദൈവത്തിൽ നിന്ന്. പറ എന്നാ അതൊന്നും പറയാൻ പറ്റാത്ത, വാ തുറന്നൊന്ന് പറഞ്ഞ്. നമ്മൾ ദൈവത്തിന് വേണ്ടി, ഉച്ചത്തിൽ പറ, നമ്മൾ ദൈവത്തിന് വേണ്ടി. ഒന്നുകൂടെ, നമ്മൾ ദൈവത്തിന് വേണ്ടി. ആ ഉറപ്പിൽ നിന്നോണം കേട്ടോ. തൊട്ടാ വിവരം അറിയും. ഓ, തൊട്ടാൽ വിവരം അറിയും. പിടികിട്ടുന്നുണ്ടെങ്കിൽ ഒരാമേ പറ. ഹല്ലേലൂയ. സ്തോത്രം. യിരെമ്യാവിനെ അടിച്ച പശൂറിനോട് പറഞ്ഞു, സ്തോത്രം, നീ നിന്റെ സ്നേഹിതന്മാരും അവിടെ വെച്ച് കൊല്ലപ്പെടും. ഓ, കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞു. ഞാൻ പറഞ്ഞത്, കർത്താവ് ചില കാര്യങ്ങൾ കയറി ഇടപെടുമെന്ന്. കർത്താവ് ചില കാര്യങ്ങൾ, ദൈവത്തിന്റെ ഒരു കാര്യത്തെ കയറി തൊട്ടാൽ കർത്താവ് ചില കാര്യങ്ങളിൽ കയറി ഇടപെടും. അത് ദൈവത്തിന്റെ രീതിയാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ദൈവത്തിന് വേണ്ടി വേർപെട്ടവരാണ്. പിടികിട്ടുന്നുണ്ടെങ്കിൽ ഒരാമയും പറ. ദൈവത്തിന് വേണ്ടി. ശബ്ദമുയർത്തി, ദൈവത്തിന് വേണ്ടി. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. ഗ്ലോറിയെ. ഈ ദൈവത്തിൽ നിന്ന് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, യോഹന്നാന്റെ ലേഖനത്തിൽ മാത്രം 11 എഴുതിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിന്റെ കീവേഡ് എന്ന് പറയാം. ദൈവത്തിൽ നിന്നുള്ളവർ. എല്ലാവരും കൊണ്ടൊന്ന് പറഞ്ഞേനെ. ഞാൻ ആ റെഫറൻസോടെ പറയാം. 1 യോഹന്നാൻ 3:9, 1 യോഹന്നാൻ 3:10, 4:1, 4:2, 4:3, 4:6, 4:7, 5:1, 5:4, 5:18, 5:19. ഇവിടെ എല്ലാം ആവർത്തിച്ച് പറയുക, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ആ ദൈവത്തിൽ നിന്നുള്ള പ്രയോഗം. സ്തോത്രം. പെട്ടെന്ന് കാണിക്കുകയാണല്ലേ, നമുക്ക് ഓരോ റെഫറൻസും വായിച്ചു പോവാം. സ്തോത്രം. 1:9, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എവിടെ നിന്നുള്ളവരാ? ദൈവത്തിൽ നിന്ന്. സ്തോത്രം. ഇനി 3:10 നോക്കിക്കേ. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ അറിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. അപ്പൊ നീതി പ്രവർത്തിക്കുന്നവനും സഹോദരനെ സ്നേഹിക്കുന്നവനും ദൈവത്തിൽ നിന്നുള്ളവനാണ്. ഇനി 4:1, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവ. ദൈവത്തിൽ നിന്ന് 4:2, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയെന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നുവെന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. 4:3, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇങ്ങനെ കിടക്കുക. ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ. ഇന്ന് പകല് നിങ്ങൾ അറിയണം, എക്സോഡസിൽ നിന്നല്ല, കൊച്ചിയിൽ നിന്നല്ല, എറണാകുളത്തു നിന്നല്ല, ദൈവത്തിൽ നിന്ന്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. ആ ഒരു വെളിപ്പാടിലൊന്ന് ഇരുന്നട്ടെ. ആ മുഖത്തൊക്കെ അതൊന്ന് വെളിപ്പെടട്ടെ. ഞാൻ എവിടെ നിന്നുള്ളതാ? ഉച്ചത്തിൽ പറ, ഞാൻ എവിടെ നിന്നുള്ളതാ?
ദൈവത്തിൽ നിന്നുള്ളവരാ. ഗ്ലോറി. എന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ ആ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങളെ നോക്കി പറയണം, ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാ. നിങ്ങളെ ഞെരുക്കുന്ന പ്രോബ്ലംസിനെ നോക്കി പറയണം, ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാ. നിങ്ങളെ ആ സങ്കടപ്പെടുത്തുന്ന വിഷയത്തെ നോക്കി പറയണം, ഞാൻ ദൈവത്തിൽ നിന്ന് ഉള്ളവൻ. ഓ ജീസസ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. ഇതിന്റെ ഡെലിവറൻസ് ഭയങ്കര കേട്ടോ. 1 യോഹന്നാൻ 5:18 പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. കേട്ടോ, അവനെ പാസ്റ്റർ കണ്ണുരുട്ടി കാണിക്കുന്നത് കൊണ്ട് അവൻ വിശുദ്ധിയിൽ നിൽക്കുന്നതല്ല, തന്നെത്താൻ സൂക്ഷിക്കുന്നു. എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു വേർഡ് 3-9 വാക്യത്തിലുണ്ട്. അവിടെ വായിക്കുന്നു, ദൈവത്തിന്റെ വിത്ത് അവനിൽ വസി. ഓ, ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ അകത്ത് എന്നാ ഉണ്ട്? ഒന്നുകൂടെ പറ. ദൈവത്തിന്റെ, ഒന്നുകൂടെ പറ, നമ്മുടെ അകത്ത് എന്നാ ഉണ്ട്? അതിന്റെ മാസ്റ്റർ, ദൈവത്തിന്റെ വിത്ത്. വാഴയുടെ വിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ വിത്ത് എന്നാ? ദൈവത്തിന്റെ വിത്ത്. ദൈവത്തിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ സ്പേമ എന്ന് പറയുന്ന പദമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും ദൈവത്തിന്റെ സ്വഭാവമാണത്. ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ അകത്ത് ദൈവത്തിന്റെ വിത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ ക്വാളിറ്റിയാ. സ്തോത്രം. അതുകൊണ്ട് ആ വിത്തവനിൽ ഉള്ളത് കൊണ്ട്, ബാക്കി വായിക്ക്. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും. ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ അകത്ത് ദൈവത്തിന്റെ വിത്തുണ്ട്. 9 വാക്യം, ദൈവത്തിന്റെ വിത്തുണ്ട്. അവന് ആ ദൈവത്തിന്റെ വിത്ത് ഉള്ളത് കൊണ്ട് പാപം ചെയ്യാൻ കഴിയയില്ല. പാപം ചെയ്യാൻ കഴിയത്തില്ലെന്ന്. കാരണം വിത്ത് അതാ. നമ്മൾ ചുമ്മാ പറയത്തില്ലേ, വിത്ത് ഗുണം 10 ഗുണം. നമ്മുടെ അകത്ത് എന്നാ വിത്തുള്ളത്? പറ. ദൈവത്തിന്റെ ക്വാളിറ്റിയാ, ക്യാരക്ടർ. നമ്മുടെ സ്വഭാവത്തെ പിടിച്ചു കുലുക്കുന്ന ആ സ്വഭാവം നമ്മുടെ അകത്ത് വ്യാപരിക്കുകയാണ്. അതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ആത്മസ്വഭാവം. റോമലേഖനം 8-9 വാക്യത്തിൽ അത് കിടക്കുന്നത്. ആത്മസ്വഭാവം. റോമർ 8:9. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. എല്ലാവരും കൂടെ പറഞ്ഞ എന്നാ? ആത്മസ്വഭാവമുള്ളവരത്രേ. നമ്മുടെ അകത്ത് എന്നാ ഉണ്ട്? അതാ ദൈവത്തിന്റെ വിത്ത് എന്ന് പറയുന്നത്. ആത്മസ്വഭാവം. ജഡസ്വഭാവമല്ല. ജഡസ്വഭാവം NIV-ക്കകത്ത് നോക്കിയാൽ സിൻഫുൾ നേച്ചർ എന്ന് ജഡസ്വഭാവത്തിൽ എഴുതിയിരിക്കുന്നത്. സിൻഫുൾ നേച്ചർ. നമ്മളിലിപ്പോ സിൻഫുൾ നേച്ചർ അല്ല, പകരം എന്നാ വന്നേക്കുന്നത്? ആത്മസ്വഭാവം. ഗ്ലോറി. ആത്മസ്വഭാവം. നമ്മൾ കിടന്ന് കഷ്ടപ്പെടുക, ഭർത്താവേ എന്തോ ചെയ്യും. വളരെ സിമ്പിളാണ് ക്രിസ്തീയ ജീവിതം, വളരെ സിമ്പിളാ. നമ്മുടെ അകത്ത് വിത്ത് വസിക്കുക. വിത്ത് ദൈവത്തിൽ നിന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. സ്തോത്രം. 10 വാക്യത്തിൽ 1 യോഹന്നാൻ 3:10 പിശാചിന്റെ മക്കൾ ആരെന്നും ദൈവത്തിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. ദൈവത്തിന്റെ വിത്തകത്തുള്ളവൻ തെളിയിക്കും താൻ ആരാണെന്ന്. ഇതിനു വേണ്ടി മണിക്കൂറുകളും ദിവസങ്ങളും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് തയ്യാറാക്കിയതാ. അല്ലാതെ ഞാൻ ഇപ്പൊ കിട്ടിയതാ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നിറങ്ങിയപ്പോൾ എന്നോട് നോ. ഇത് ഞാൻ ദിവസങ്ങളെടുത്ത് ദൈവസന്നിധി ധ്യാനിച്ച് ഈ ദിവസങ്ങളിൽ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൂത. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇത് അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചിട്ട് അങ്ങനെ ആണെന്ന് ബോധ്യമായിട്ട് പറയുക. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞാട്ടെ. നിർത്താറായെന്ന് എനിക്ക് തോന്നുന്നു. 10 മിനിറ്റ് കൂടുതൽ എടുത്തു. നിർത്തിയേക്കാം, ബാക്കി വൈകിട്ട് പറയാം. നമ്മൾ എവിടെ നിന്നുള്ളവരാ? വൈകിട്ട് പറയാനുള്ളത് ഭയങ്കര ഭയങ്കര ഗംഭീരമായ കാര്യമാണ്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവർ ആകുന്നു. അടുത്തത് അവരെ ജയിച്ചുമിരിക്കുന്നു.
ദൈവത്തിൽ നിന്നുള്ളവർക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ജയത്തെക്കുറിച്ച് കേൾക്കണം, വൈകിട്ട് വരണം. സോദരം, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ ജയിക്കും. തോൽക്കുമെന്നല്ല, ഉച്ചത്തിൽ പറ, ജയിക്കും. ഞങ്ങൾക്കൊരു മോർണിംഗ് മീറ്റിംഗ് ഉണ്ട്, മോർണിംഗ് ഗ്ലോറി. ഇന്ന് രാവിലെ ആ ജയത്തിന്റെ വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ശരിക്കും നമ്മൾ ജയോത്സവമായി നടത്തുകയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞു, എന്നാ ജയോത്സവമായി നടത്തുകയാണ്. സ്തോത്രം, ജയോത്സവമായി നടത്തുകയാണ്. ഈ ഒരു ബോധ്യം കളയല്ലേ കേട്ടോ. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഏതാണ്ട് 1.25 മണിക്കൂറോളമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്, ഈ പറഞ്ഞതൊന്നും മനസ്സിൽ നിന്നില്ലേലും ഒറ്റ വാക്ക് നിൽക്കണം, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. എനിക്കൊരു ദിവ്യ ഉത്ഭവമുണ്ട്, എനിക്കൊരു ദിവ്യ പൈതൃകമുണ്ട്. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് 1.5 മണിക്കൂർ ഈ വചനം ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ. ഗ്ലോറി. ചില പാരമ്പര്യങ്ങളെയെല്ലാം യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യും. ചില കണക്ഷനുകളെല്ലാം ബ്രേക്ക് ചെയ്യണം. നമ്മൾ 2 കണക്ഷനാണ് വരുന്നത്. ഒന്ന് തായ് വഴി, 2 തന്ത വഴി. അമ്മ വഴിയും അപ്പം വഴിയും. അമ്മയുടെ കുടുംബം, അപ്പൻ്റെ കുടുംബം. ഈ 2 കണക്ഷനുകളാണ് നമ്മളിലേക്ക് വരുന്നത്. സ്തോത്രം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അപ്പൻ്റെ 23 ക്രോമസോമും അമ്മയുടെ 23 ക്രോമസോമും. വലിയപ്പൻ്റെ ഉണ്ട് 5. സ്തോത്രം. ഇത് ചുമ്മാ പറയുന്ന കാര്യമല്ല. ഞാൻ പറഞ്ഞത്, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇതിൽ നിന്ന് പുറത്താ. ഇത് ക്ലെയിം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. വെറുതെ ഇരുന്ന കിട്ടത്തില്ല. ഈ പത്രോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നമ്മൾ താക്കോലും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുക. വർഷങ്ങൾ കുറേയായി താക്കോലും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അവിടെ കർത്താവ് പറയുന്നു, നീ ഭൂമിയിൽ കെട്ടിയാൽ, നീ ഭൂമിയിൽ അഴിച്ചാൽ. നമ്മൾ ഇതുവരെ അത് തൊട്ടിട്ടില്ല, കാരണം നമുക്ക് കെട്ടാനും അറിയത്തില്ല. ഒരു കെട്ട് കെട്ടി ചിലർ പെട്ടിരിക്കുക. ആ കെട്ട് മാത്രമേ നമുക്കിപ്പോൾ അറിയത്തുള്ളൂ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടിയപ്പോൾ പെട്ടുപോയെന്ന് തോന്നി, എല്ലാം തോന്നലാണെന്ന് ഓർത്തപ്പോ ആശ്വാസവും തോന്നി. ഇതാണ് അദ്ദേഹത്തിന്റെ വാക്ക്. അപ്പൊ ചിലര് കെട്ടി പെട്ടുപോയിരിക്കുകയാണ്. അതൊന്നും അല്ലെന്ന്. നമ്മൾ ഈ പ്രവാചകന്മാരൊക്കെ വന്ന് ഇതൊന്നും അല്ല സാധനം. ശരിക്കും അത് ചില ഭാഷാന്തരങ്ങൾ മാറി മാറി വായിക്കണം. വാട്ട് യു പ്രൊഹിബിറ്റ് ഓൺ എർത്ത് വിൽ ബി പ്രൊഹിബിറ്റഡ് ഇൻ ഹെവൻ, and what you permit on earth will be permitted in heaven. അപ്പൊ കെട്ടുക എന്ന് പറഞ്ഞാൽ പ്രൊഹിബിറ്റ് ചെയ്യുക, അഴിക്കുക എന്ന് പറഞ്ഞാൽ പെർമിറ്റ് ചെയ്യുക, അനുവദിക്കുക, പ്രവേശനം കൊടുക്കുക. ഞാൻ പറഞ്ഞത്, കീ മേടിച്ച് പോക്കറ്റിൽ ഇട്ടോണ്ട് നടന്നിട്ട് ഗുണമില്ല. ഇതിനെ യൂസ് ചെയ്യണം. ഈ പല വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കാതെ അടുത്ത വണ്ടിയുടെ കീ എടുത്ത് വേറൊരെണ്ണത്തിനകത്ത്. ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ അങ്ങനെ? സ്കൂട്ടറിന്റെ കീ എടുത്ത് കാറിനകത്തിടും, നടക്കില്ല. അതിൻ്റെ ഒരു പെർഫെക്റ്റ് കീ ഉണ്ട്, അത് തന്നെ ഉപയോഗിക്കണം. ഇതുപോലെയാ നമ്മൾ ഉപയോഗിക്കേണ്ട കീ തന്നെ ഉപയോഗിക്കണം. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് പാരമ്പര്യം, എൻ്റെ ദൈവമേ ഈ പാരമ്പര്യത്തിനകത്ത് ജനിച്ചു പോയല്ലോ, വളരെ സിമ്പിളായിട്ട് വീട്ടിൽ പോയി വചനം പിടിച്ചോണ്ട് അതിനെ ബ്രേക്ക് ചെയ്യുക, അതിനെ പ്രൊഹിബിറ്റ് ചെയ്യുക. ഗ്ലോറി. ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ പറയട്ടെ, കുടുംബ പ്രാർത്ഥനയ്ക്കകത്തല്ല ഇതൊന്നും സംഭവിക്കേണ്ടത്, പേഴ്സണൽ പ്രയറിനകത്താണ്. അമ്മേ, കോളേജിൽ പോകുന്ന മോള്, സ്കൂളിൽ പഠിക്കുന്ന കൊച്ച്, പിടിപ്പത് വർക്കുമായിട്ട് അവൻ വന്നിരിക്കുന്നത്. അപ്പോഴാണ് അമ്മി ഇവിടുന്ന് നെടുമ്പാശ്ശേരി ചെന്ന് അങ്ങോട്ട് കയറി അതിലെ അങ്ങ് അബുദാബി ചെന്നിട്ട് അബുദാബിയിൽ നിന്ന് നേരെ ന്യൂയോർക്ക് പിടിച്ചു. ന്യൂയോർക്കിൽ നിന്ന് ഡാളസ് ചെന്നിട്ട് ഡാളസിൽ നിന്ന് ദുബായ് വന്നു. ദുബൈയിൽ നിന്ന് തിരുവനന്തപുരത്ത് പോയിട്ട് അമ്മ ഇങ്ങ് വന്നപ്പോഴത്തേന് 1.5 മണിക്കൂറായി. കൊച്ചപ്പോഴേ എഴുന്നേറ്റ് പോയി. നീട്ടിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടവരൊക്കെ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കണം. സ്വതന്ത്രം.
കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് പിള്ളേരെ കൂടെ ഒക്കെ ഓർക്കണം, അവരെന്താ ചെയ്യുന്നതെന്നൊക്കെ ഓർക്കണം. അവർ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ അവർ പ്രാർത്ഥിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ പ്രാർത്ഥന, സ്തോത്രം, ഈ ചിലതൊക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ഒരുവനേക്കാൾ ഇരുവർ നല്ലത്. ഒരുവൻ 1000-യും ഇരുവർ 10,000. എത്ര മടങ്ങാന്നൊന്ന് ആലോചിക്കുക. ഒറ്റയ്ക്ക് നിന്നാൽ 1000, 2 പേര് ചേർന്നാൽ 10,000. പക്ഷേ അത് എക്സാം പിറ്റേന്നുള്ള കൊച്ചിനെ വിളിച്ചിരുത്തിയാകരുത്. ആമേൻ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ തനിയെ ചെന്നിരുന്നു പ്രാർത്ഥന. ഈ കർത്താവ് പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ നമ്മളെ തന്നെ വിളിച്ച്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. അറയിൽ കിടന്ന്, ചില പരിഭാഷകളിലൊക്കെ ഇന്നർമോസ്റ്റ് ചേംബർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്നർമോസ്റ്റ് ചേംബർ. നമ്മുടെ ആ ഇന്നർമോസ്റ്റ് ചേംബറിനകത്ത് എന്നിട്ട് വാതിലടച്ചിട്ട് ദൈവവുമായിട്ട് തനിച്ചിരിക്കണം. അവിടെ ഇരുന്ന് പറയണം. ഇവിടെ പറയാൻ ആരുടെയും അനുവാദം വേണ്ട നമുക്ക്. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാമോ? എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാം. കർത്താവിനോട് എന്തു വേണേലും പറയാം. അത് ഈ തനിച്ചിരിക്കുന്നതിൻ്റെ ഗുണം. ഞാൻ പറഞ്ഞത്, അച്ഛന് ചിലപ്പോൾ ഇതൊന്നും കേട്ടാൽ ഇഷ്ടപ്പെടത്തില്ല അമ്മാമേ, അതുകൊണ്ട് തന്നെ പോയിരുന്നു പ്രാർത്ഥന. ചിലതിനെയൊക്കെ ബ്രേക്ക് ചെയ്യും, ചിലതിനെ പ്രോഹിബിറ്റ് ചെയ്യും, ചില പിന്തുടർച്ചകളെ പ്രോഹിബിറ്റ് ചെയ്യും. സ്തോത്രം. നീ അതിനെ പ്രോഹിബിറ്റ് ചെയ്താൽ will be prohibited in heaven. ഇവിടെ നമ്മൾ പ്രോഹിബിറ്റ് ചെയ്താൽ സ്വർഗത്തിൽ പ്രോഹിബിറ്റഡ് ആയിരിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദയവായിട്ട് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ.